സമർപ്പിക്കാൻ അതിൻ്റെ അധ്യക്ഷയായിട്ട് നമ്മുടെ ശ്രീ JDS-ൻ്റെ പ്രസിഡന്റ് അംഗമായിട്ടുള്ള ശ്രീ ക്ഷണിച്ചു. സ്വാഗതം. വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിനി, നമ്മുടെ വാർഡ് മെമ്പർ ചേച്ചി, വന്നിരിക്കുന്ന ജോയിച്ചേട്ടൻ, വന്നിരിക്കുന്നവരെല്ലാം കുടുംബശ്രീകളുണ്ട്. നമ്മളിവിടെ ഇന്ന് ഈ യോഗം നൽകിയിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഒന്നാമത്തെ പഞ്ചായത്തായിട്ട് നമ്മുടെ വെളിയൂർ പഞ്ചായത്ത് തിരഞ്ഞെടുത്തത് വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ കേട്ടത് പറഞ്ഞതുമെല്ലാം. അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ 13-ാം വാർഡിൻ്റെ ഇവിടെ ഈ യോഗം വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ കടന്നു വന്നതായ നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായിട്ട് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ സ്വാഗതം പറയാമെന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിനായി ഞാൻ അധ്യക്ഷയായ ശ്രീ ചേച്ചിയെ ആദ്യമായി സ്വാഗതം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വെളിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ഇത്രയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഇതുപോലെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒന്നാമത്തെ നിലയിൽ എത്തിച്ചതിൻ്റെ മുഖ്യ പങ്ക് വഹിച്ച നമ്മുടെ പ്രസിഡന്റ് ശ്രീ സജീഷ് ചേച്ചിക്ക് ഞാൻ നമ്മുടെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി വന്നിട്ടില്ല, പുള്ളിക്കാരിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. പുള്ളിക്കാരുടെ അസാന്നിധ്യത്തിലാണെങ്കിലും പുള്ളിക്കാരിക്ക് സെക്രട്ടറി ശ്രീമതി TG സുഭാഷിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി ജിനി സിനു നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രസിഡന്റിനോട് ഒത്തുചേർന്നുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും പഞ്ചായത്തിൻ്റെ ഒപ്പത്തിൽ പ്രവർത്തിച്ച ജിനിക്ക് നമ്മുടെ യോഗത്തിൻ്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ എല്ലാ കാര്യങ്ങളും സഹകരിച്ച് നമ്മുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ ഒപ്പമായി പ്രവർത്തിക്കുന്ന നമ്മുടെ തന്ത്രി ചേച്ചിക്ക് നമ്മുടെ ഈ യോഗത്തിൻ്റെ പേരിലും നമ്മുടെ കുടുംബശ്രീയുടെ അംഗങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ആശംസ പറയാനായിട്ട് ചേർന്നിരിക്കുന്ന നമ്മുടെ മുൻ ബ്ലോക്ക് മെമ്പർ നമ്മുടെ CP ജോയിച്ചേട്ടൻ ചെറിയത്ത് ചേട്ടനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ആശംസ പറയാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ CDS-ൻ്റെ മെമ്പർ പുഷ്പ വിജയനെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ആശംസ പറയാനെടുത്ത നമ്മുടെ വാർഡിലെ ഒരു അംഗമായ നമ്മുടെ പത്രോസ് TJ ചേട്ടനെയും ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഈ യോഗത്തിൻ്റെ തുടർ നടപടികൾക്കായി ഒരു കൂടി വന്നിരിക്കുന്ന ജോയിച്ചേട്ടനെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പടിഞ്ഞാറേക്കുട്ടി ജോയിച്ചേട്ടനെ വിട്ടുപോയി. ജോയിച്ചേട്ടന് ആശംസ ഒന്നും പറയാമെന്ന് പറഞ്ഞു, എങ്കിലും നമ്മുടെ യോഗത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ആശംസിച്ചു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ കുടുംബശ്രീ അംഗങ്ങളെയും
അതുപോലെ അംഗൻവാടി ടീച്ചർ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തർക്കും എൻ്റെ പേരിലും യോഗത്തിൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തി നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഈ യോഗം കൂടിയിരിക്കുന്നതും ഇത്രയും ആളുകളുടെ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തായിട്ട് നമുക്ക് ഇവിടെ കൂടി വരുവാനും വളരെ സന്തോഷം ഉള്ളൊരു കാര്യമാണ്. അതിലുപരിയായിട്ട് ആദ്യം തന്നെ ദൈവത്തിന് ആദ്യം തന്നെ ഒരു നന്ദി പറയുന്നു. അല്പത്തിൽ വിശ്വസ്തനെ അധികത്തിൽ വിചാരകനാക്കും. അത് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ദാരിദ്ര്യത്തിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു വന്ന പഞ്ചായത്താണ് നമ്മുടെ വെളിയന്നൂർ പഞ്ചായത്ത്. ഇത് ഇത്രയും കൊണ്ടുവന്ന് 1ാം സ്ഥാനത്ത് എത്തിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും വളരെ ആരും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. ഇവരാരെങ്കിലും വിചാരിച്ചിരുന്നോ? പ്രസിഡന്റോ സെക്രട്ടറിയോ വൈസ് പ്രസിഡന്റ് ആരെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് 1ാം സ്ഥാനം കിട്ടും എന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നോ എന്നെനിക്കറിയില്ല. നമ്മൾ പുതുവേലി അല്ല വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തുകാരും എല്ലാവർക്കും വളരെ സന്തോഷത്തോടെ നമ്മൾ പല വാർഡുകളിലും നമ്മുടെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും വിളിച്ച് ആദരിച്ചു. അപ്പോൾ ഒരു ചെറിയൊരാഗ്രഹം 13ാം വാർഡിലെ എല്ലാ ജനങ്ങളെയും കൂട്ടി വിളിച്ചൊരു മീറ്റിംഗ് ഒരു ആദരവ് കൊടുക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും അതിൻ്റെ പിന്നിൽ 3-4 ആൾക്കാരുടെ കഠിനമായ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടാനും നമുക്ക് സാധിച്ചു. ഇതൊക്കെയും നമ്മുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗമായിട്ടാണ്. പ്രസിഡന്റ് മുതൽ സീപ്പർ വരെയുള്ള ആളുകളുടെ കഠിന അധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്നിപ്പോൾ നമ്മളിവിടെ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒത്തിരി പറയുന്നില്ല, നമുക്ക് അതിനുള്ളൊരു ഇതില്ല എങ്കിൽ തന്നെയും ഞാൻ ഏറ്റവും ആദരണീയായിട്ടുള്ള നമ്മുടെ പ്രസിഡന്റിനെ ഇവിടെ വളരെ ആത്മാർത്ഥമായും സ്നേഹത്തോടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരു ആദരവ് ഞാൻ പ്രകടിപ്പിക്കുന്നു. അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് നമ്മുടെ മെമ്പർ തങ്കമണി മെമ്പർ ഇവർക്കെല്ലാം ഞാനൊരു ആദരവായിട്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത്. പിന്നെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ തുടർ നടപടികളുണ്ട്. ഇതെല്ലാം ഇവർ നമ്മളിലൂടെ പറഞ്ഞ് നിങ്ങൾക്ക് കേൾക്കുവാനും ആസ്വദിക്കാനുള്ളൊരു അവകാശമുണ്ട്. ഈ ഒരു പരിപാടി ചോദിച്ചെണ്ണ ഇത്രയൊക്കെ എനിക്ക് പറയാൻ അറിയാവുന്ന പ്രസംഗത്തിലല്ല കാര്യം. ഇതിലെ നമുക്ക് വേണ്ടിയിട്ട് അതിന് പിരിവുകൾ തന്ന് സഹായിക്കുകയും നമ്മളോട് ഇത്രയും നേരം വരെ സഹകരിക്കുകയും ചെയ്ത എല്ലാവർക്കും ഞാൻ ഇവർക്കൊപ്പം തന്നെ ഒരു ആദരവ് നിങ്ങൾക്ക് തരുവാണ്. ആരിലും ഒട്ടും ഒരു ആദരവിന് കുറവില്ല. എല്ലാ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആദരിക്കുന്നു. പിന്നെ വളരെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിക്കുന്നു. ഈ യോഗ സംഘടിപ്പിച്ചവരൊക്കെ ഇങ്ങോട്ട് അംഗൻവാടിയും നമുക്ക് ഇനി ഇപ്പൊ ആദരവ് കൊടുക്കുവാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രസിഡന്റിനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ADS-ലെ മുതിർന്ന അംഗമായിട്ടുള്ള സരസ്വതി ചേച്ചിയെ ക്ഷണിച്ചോളൂ.
വൈസ് പ്രസിഡന്റ് മൗനം നൽകുന്നതിനായിട്ട് ADS-ന്റെ പ്രസിഡന്റ് ശ്രീമതി കരിസമ്മ ദേവി ക്ഷണിക്കുന്നു. വാർഡ് മെമ്പർ ശ്രീ തങ്കമണി ശശി അവർക്ക് മൗനം നൽകുന്നതിനായി ADS അംഗമായ ശ്രീമതി മോളി തങ്കനെ ക്ഷണിച്ചു. മുഖ്യ അതിഥിയായി എടുത്തിരിക്കുന്ന കവറുകളെ സ്നേഹം നിറഞ്ഞ യോഗത്തിന്റെ അധ്യക്ഷ, ഏറ്റവും പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ്, വാർഡ് മെമ്പർ, പ്രിയപ്പെട്ട സിറ്റി മെമ്പർ, ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനമുള്ളൊരു നിമിഷമാണ്. അതിനപ്പുറത്ത് നിങ്ങൾ നൽകിയ ഈ സ്നേഹം ചെറുതായല്ല ഞങ്ങൾ ഓരോരുത്തരും കാണുന്നത്. നമുക്കറിയാം, സ്വരാജ് ട്രോഫി കേരളത്തിലെ ഏതൊരു ഗ്രാമപഞ്ചായത്തും ആഗ്രഹിക്കുന്ന ഒരു പുരസ്കാരമാണ്. 95-96 സംസ്ഥാനത്ത് ആദ്യത്തെ സ്വരാജ് ട്രോഫി പ്രഖ്യാപിക്കപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ തിരഞ്ഞെടുക്കുക, എല്ലാ ജില്ലയിലെയും ഏറ്റവും മികച്ച 1ഉം 2ഉം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുക എന്ന നിലയിൽ സ്വരാജ് ട്രോഫിയുടെ തുടക്കം 95-96 95-96 മുതൽ കേരളത്തിലെ ഓരോ പഞ്ചായത്ത് ദിനാഘോഷങ്ങളും, എല്ലാ വർഷത്തെയും പ്രത്യേകത ഫെബ്രുവരി മാസം 18-19 തീയതികളിലാണ് പഞ്ചായത്ത് ദിനാഘോഷം. മറ്റ് ഏതെല്ലാം തിരക്കുകൾ കടന്നു വന്നാലും ഫെബ്രുവരി 18-19 സംസ്ഥാനത്ത് പഞ്ചായത്ത് ദിനാഘോഷമാണ്. ബൽവന്തറായി മേത്തയുടെ ജന്മദിനമാണ് പഞ്ചായത്ത് ദിനാഘോഷമായി കേരളത്തിൽ ആഘോഷിക്കുന്നത്. പഞ്ചായത്ത് എന്ന് പറയുന്ന ആശയം ലോകത്തിന് മുമ്പിൽ ആദ്യമായി അവതരിപ്പിച്ചത്, നമ്മുടെ രാജ്യത്ത് ആദ്യമായി അവതരിപ്പിച്ചത് ബൽവന്തറായി മേത്തയാണ്. അതുകൊണ്ടാണ് ബൽവന്തറായി മേത്തയുടെ ജന്മദിനമായ 18 തീയതി ആരംഭിച്ച് 19 തീയതി അവസാനിപ്പിക്കുന്ന രീതിയിൽ 18-19 ഫെബ്രുവരി മാസത്തിൽ കേരളത്തിലാകെ പഞ്ചായത്ത് ദിനാഘോഷമായി ആഘോഷിക്കുന്നു. അപ്പോൾ നമുക്കറിയാവുന്നതുപോലെ തന്നെ സ്വരാജ് ട്രോഫി സംസ്ഥാനത്ത് നിന്നല്ല, രാജ്യത്തെ ഏറ്റവും വലിയ പുരസ്കാര തുകയുള്ള അവാർഡാണ് എന്നുള്ളതാണ് ഈ അവാർഡിനെ വ്യത്യസ്തമാക്കുന്നത്. ഒട്ടനവധി അവാർഡുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. ആ അവാർഡുകളെല്ലാം ഏറ്റവും വ്യത്യസ്തമാക്കി നിർത്തുന്നത്, കേരളത്തിലെ സ്വരാജ് ട്രോഫി വ്യത്യസ്തമായി നിൽക്കുന്നത് 50 ലക്ഷം രൂപ പുരസ്കാര തുകയാണ് എന്നുള്ളത് കൊണ്ടാണ്. മറ്റ് ഒരു അവാർഡ് തുകയും ഇന്ന് ഇത്രയും വലിയ തുകയില്ല. അത്രയും വലിയ തുക കേരളത്തിൽ ഒരു അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് നമുക്കറിയാം. ജോയിച്ചേട്ടന്റെ കാലത്ത് ജനകീയാസൂത്രണം ആരംഭിച്ചു. ജനകീയാസൂത്രണം മുമ്പുള്ള പഞ്ചായത്ത് ഇന്ന് കാണുന്ന പഞ്ചായത്തല്ല. നാമമാത്രമായ അധികാരം മാത്രമുള്ള, നാമമാത്രമായ പ്രവർത്തനങ്ങൾ മാത്രം നടത്താൻ ശേഷിയുള്ളതായിരുന്നു അന്നെല്ലാം ഗ്രാമപഞ്ചായത്തുകൾ. കാരണം ആ ഗ്രാമപഞ്ചായത്തുകൾ ഒരു അതിർത്തി തർക്കം പറഞ്ഞു തീർക്കാം, അങ്ങനെ ചെറിയ ചെറിയ അധികാരം മാത്രമുണ്ടായിരുന്ന പഞ്ചായത്തുകളിലാണ് ദുബു സൂചിപ്പിച്ചതുപോലെ ജോയിച്ചേട്ടനൊക്കെ അംഗമായ ഭരണസമിതിയുടെ കാലത്താണ് ജനകീയാസൂത്രണം തുറന്നു കുറിക്കുന്നത്. 95-96 കാലയളവോടുകൂടി ജനകീയാസൂത്രണം എന്ന് പറയുന്ന മഹത്തായ ആശയം വന്നു. അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കി. ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലേക്ക് ആശുപത്രികളും സ്കൂളുകളും മൃഗാശുപത്രികളും അങ്ങനെ അനുബന്ധമായ സ്ഥാപനങ്ങളെല്ലാം വിട്ടു നൽകി ആസൂത്രണ പ്രക്രിയ പഞ്ചായത്തിലാക്കി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു പാലം പണിയണമെങ്കിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ നിന്ന് അനുവാദം വാങ്ങണം, ഇല്ല അവിടെ നിന്ന് തീരുമാനിക്കണം. അത് മാറി ഈ കാലയളവ് മുതൽ കേരളത്തിൽ ജനകീയാസൂത്രണ പ്രസ്ഥാനം പിറവിയെടുത്തു. അതിന്റെ ഫലമായി അധികാര വികേന്ദ്രീകരണം നടപ്പിലാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഒന്നിനൊന്ന് മികച്ച പെർഫോമൻസിലേക്ക് പോകുന്ന പൊതുവായ സാഹചര്യം വന്നു. അന്ന് മുതൽ സ്വരാജ് ട്രോഫി പ്രഖ്യാപിച്ചു. അതിനു മുമ്പ് ഗവൺമെന്റ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ട്രോഫിയുടെ ആവശ്യമില്ല. അപ്പോൾ ഏറ്റവും മികച്ച പഞ്ചായത്ത് ഏതാണ് എന്ന് കാണണമെന്ന് തീരുമാനിച്ചു. അപ്പോൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം മുതൽ, അതായത് ഇപ്പോൾ ഈ അവാർഡിന് പരിഗണിക്കപ്പെടുന്ന സാമ്പത്തിക വർഷം മുതൽ കേരളത്തിലെ ഗവൺമെന്റ് മറ്റൊരു തീരുമാനം കൂടി എടുത്തു. പെർഫോമൻസ് ഗ്രാന്റ് എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് ഫണ്ട് വിതരണം നടപ്പിലാക്കണം. മുമ്പേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് തനത് വരുമാനം ഒന്നുമില്ല. കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുന്ന തരത്തിലുള്ള വരുമാന സാധ്യതയേ ഉള്ളൂ. നമുക്ക് ആകെ മൊത്തം കെട്ടിട നികുതി മാത്രമേ ഉള്ളൂ. മറ്റധികമായ ഒരു നികുതിയും അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന, ഇല്ലെങ്കിൽ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സാധ്യതയും ഇല്ലാത്തൊരു പഞ്ചായത്ത്. അപ്പൊ അങ്ങനെയുള്ള പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഗവൺമെന്റ് കാര്യം കളിച്ചു. നിങ്ങൾ കൂടുതൽ പെർഫോം ചെയ്തു, നിങ്ങൾക്ക് കൂടുതൽ ഫണ്ട് തരാം, പെർഫോമൻസ് ഗ്രാന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പൊ പെർഫോമൻസ് ഗ്രാന്റ് കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെർഫോമൻസ് ഗ്രാന്റ് നടപ്പിലാക്കണമെങ്കിൽ അതിനകത്ത് പഞ്ചായത്തുകൾക്ക് മാർഗിടണം. ഒന്നാമത്തെ പഞ്ചായത്ത് ആരാണ്, രണ്ടാമത്തെ പഞ്ചായത്ത് ആരാണ്, കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകൾക്ക് മാർഗിടണം. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ നമുക്ക് അവാർഡ് കിട്ടിയ സ്വരാജ് ട്രോഫി പരിഗണിക്കപ്പെട്ട വർഷം.
ആ വർഷം തീരുമാനിച്ചത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തും സ്വരാജ് ട്രോഫിക്ക് അപേക്ഷിക്കണം. മുമ്പ് അങ്ങനെ വേണ്ടിയിരുന്നില്ല, എല്ലാവർക്കും അപേക്ഷിക്കേണ്ട. ആ അപേക്ഷിച്ചിട്ട് ജില്ലാ തലത്തിൽ ഏറ്റവും മികച്ച ഒരു 10 കടമ്പകൾ മറികടക്കുന്ന പഞ്ചായത്തുകളെ ആ ജില്ലാ തലത്തിൽ ഒരു ടീം സംസ്ഥാന അടിസ്ഥാനത്തിൽ ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു ടീം പരിശോധിച്ച് ബോധ്യം വന്നാൽ സ്വരാജ് ട്രോഫിക്ക് പരിഗണിക്കും എന്നുള്ള നിലയിലാണ് തീരുമാനമെടുത്തത്. അതിൽ ആദ്യത്തേത് തന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ സ്വരാജ് ട്രോഫിയുടെ പരിശോധനാ വിഷയങ്ങൾ വളരെ കട്ടിയേറിയതാണ്. സംസ്ഥാനത്ത് 4 IAS ഉദ്യോഗസ്ഥരെയാണ് അതിന്റെ ചുമതലക്കാരായി തന്നെ ഗവൺമെന്റ് നിശ്ചയിച്ചത്. ഒന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഡോക്ടർ ഷാർമിള വേരി. മറ്റൊന്ന് അർബൻ അഫയേഴ്സിന്റെ സെക്രട്ടറി, ഇപ്പോൾ നമുക്ക് എല്ലാം സുപരിചിതയാണ്, ദിവ്യ എസ് അയ്യർ. അങ്ങനെ 4 IAS ഉദ്യോഗസ്ഥരെ, പിന്നെ ടി വി അനുപമയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ അണ്ടർ സെക്രട്ടറി. അങ്ങനെ 4 ഉദ്യോഗസ്ഥരെ അതിന്റെ ചുമതലക്കാരായി സംസ്ഥാന തലത്തിൽ 4 IAS ഉദ്യോഗസ്ഥരെ ചുമതലക്കാരായി വെച്ചുകൊണ്ടാണ് ഈ പരിശോധന എല്ലാ വർഷവും നടക്കുന്നത്. അപ്പോൾ ആ പരിശോധനയ്ക്ക് നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന, അപ്പോൾ ഒരു ഗ്രാമപഞ്ചായത്തിന് ആദ്യത്തെ ഘട്ടം മറികടന്നാൽ മാത്രമേ ടീം പരിശോധിക്കാൻ പറ്റൂ. ആദ്യത്തെ ഘട്ടം മറികടന്ന പഞ്ചായത്തുകൾ നമ്മുടെ ജില്ലയിൽ, കോട്ടയം ജില്ലയിൽ 8 പഞ്ചായത്തുകളാണ് മത്സരത്തിന് 1ഉം 2ഉം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരത്തിന്, ജില്ലാ തലത്തിൽ 1, 2 സ്ഥാനത്തുള്ള മത്സരത്തിന് തയ്യാറാവുന്ന സാഹചര്യം വന്നത് 8 പഞ്ചായത്തുകളാണ്. ആ 8 പഞ്ചായത്തിൽ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ വെളിയന്നൂരിലെ ജനങ്ങളുടെ പിന്തുണ. അതിൽ ഒന്നാമത്തെ കാര്യം, നമുക്ക് കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം അവാർഡിന് പരിഗണിക്കപ്പെടുന്ന വർഷം 1 രൂപ പോലും ആരും അടയ്ക്കാനുണ്ടാവരുത്, 1 രൂപ പോലും പഞ്ചായത്തിന് കിട്ടാനുണ്ട് എന്ന കടമുണ്ടാവരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ടാക്സ് ഇനത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇനത്തിൽ പഞ്ചായത്തിന് പണം കിട്ടാനുണ്ടോ, ആ പണത്തിനകത്ത് 1 രൂപയുടെ പോലും കുടിശ്ശിക 1 രൂപയുടെ പോലും കുടിശ്ശിക ഉണ്ടാവരുത് എന്ന് പറഞ്ഞാൽ ഒരാൾ നിരൂപിച്ചാൽ അവാർഡ് വേണ്ടെന്നാക്കാൻ പറ്റിയല്ലേ? നമ്മുടെ പഞ്ചായത്തിൽ ആരെങ്കിലും ഒരാൾ നിരൂപിച്ചാൽ മതി, ഞാൻ കൊടുക്കുന്നില്ല തീരുമാനിച്ചാൽ കഴിഞ്ഞു, നമുക്ക് സ്വാഭാവികമായിട്ടും അവാർഡിന് നമ്മളെ പരിഗണിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും പിന്തുണയും അവാർഡിനുണ്ട് എന്ന് ഞാൻ പറയാനുള്ള ഒരു കാരണം അതാണ്. മറ്റൊന്ന്, ഗവൺമെന്റിന്റെ, സംസ്ഥാന ഗവൺമെന്റിന്റെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഫണ്ട് നമ്മുടെ പഞ്ചായത്തിൽ കിട്ടുന്നുണ്ട്. സംസ്ഥാനാവിഷ്കൃത പദ്ധതിയും കേന്ദ്രാവിഷ്കൃത പദ്ധതിയും. സംസ്ഥാനാവിഷ്കൃത പദ്ധതിയിൽ 1,17,00,000 രൂപയാണ് നമുക്ക് കിട്ടിയത് ആ വർഷം. ഈ 1,17,00,000 രൂപയ്ക്കകത്ത് 1 രൂപ പോലും മിച്ചം വരുന്നത്. മുഴുവൻ പൈസയും ആ മാർച്ച് മാസം 30-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ചെലവഴിച്ചിട്ടുണ്ടാകും. അപ്പോൾ മാർച്ച് 30 ചെലവഴിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഫെബ്രുവരിയിൽ തീരാൻ നമ്മൾ കാണണം. കാരണം മാർച്ചിൽ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ട്രഷറിയുടെ നിയന്ത്രണമൊക്കെ വരും. അപ്പോൾ ഫെബ്രുവരിയിൽ തീർക്കാൻ തീരുമാനിച്ചാലേ നമുക്ക് മാർച്ചിൽ ഈ നേട്ടം നമുക്ക് കിട്ടും. 1 രൂപ പോലും കേന്ദ്ര സംസ്ഥാനാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി 1 രൂപ പോലും നമുക്ക് ചെലവഴിക്കാത്തതായി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അടുത്ത മെച്ചം കിട്ടിയത്. മറ്റൊന്ന്, അങ്ങനെ വിവിധ ഘട്ടങ്ങളിലായി 10 ചോദ്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാകുന്നത്. മറ്റൊന്ന്, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ ഒരു ന്യൂനതയും ഇല്ലാതെ ഒരു കെട്ടിട നമ്പർ ഇടാൻ അല്ലെങ്കിൽ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കാൻ ഒരാൾ അപേക്ഷ തോന്നുന്നു. സ്വാഭാവികമായി ഒരു അപേക്ഷ പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്താൽ അതിന് നമ്പർ ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ പെർമിറ്റ് കൊടുക്കാൻ അനുവദനീയമായ സമയം, ഉദ്യോഗസ്ഥന് അനുവദനീയമായ സമയം 30 ദിവസമാണ്. പക്ഷെ ഒരു തരത്തിലും ന്യൂനതകളൊന്നുമില്ലാത്ത, ചില അപേക്ഷയ്ക്ക് പെശകുണ്ട്, അതെന്തൊരു ചെറുക്ക എൻകംബ്രൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, അങ്ങനെ ഒന്നുമില്ല. ഒരു പെശകും ഇല്ലാതെ കിട്ടിയ അപേക്ഷയ്ക്ക് 15 ദിവസത്തിനകം എല്ലാ അപേക്ഷയിലും തീർപ്പ് കൽപ്പിച്ചോ? അതാണ് ചോദ്യം. 15 ദിവസത്തിനകം എല്ലാ അപേക്ഷയും തീർപ്പ് കൽപ്പിച്ചു. നമുക്ക് ഭാഗ്യവശാൽ നമ്മുടെ ഓഫീസിൽ ലഭിച്ച ഒരപേക്ഷയും 15 ദിവസത്തിനപ്പുറം പോയിട്ടില്ല. ആ ഒരു വർഷത്തിനിടയിൽ കിട്ടിയ മുഴുവൻ അപേക്ഷകളാണ് അവർ പരിശോധിക്കുന്നത്. എല്ലാ അപേക്ഷയും 15 ദിവസം തീർപ്പ് കൽപ്പിച്ചു. പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ വന്നിട്ടുള്ള മുമ്പ് പറഞ്ഞതുപോലെയുള്ള വ്യത്യസ്തങ്ങളായ അപേക്ഷകൾ, കെട്ടിട നമ്പറുകൾ ഉൾപ്പെടെയുള്ള അപേക്ഷകളെല്ലാം, എല്ലാ അപേക്ഷകളും, എല്ലാ വിഭാഗത്തിലും വരുന്ന അപേക്ഷകൾ 30 ദിവസത്തിനകം തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. എല്ലാ അപേക്ഷയും നമുക്ക് 1522 അപേക്ഷയാണ് ആ സമയത്ത് നമുക്ക് കിട്ടിയത്. നമ്മുടെ ജനകീയാസൂത്രണ ഭാഗമായ അപേക്ഷകളല്ല, മറ്റപേക്ഷകൾ. ഈ 1522 അപേക്ഷയ്ക്കകത്ത് നമ്മൾ 30 ദിവസത്തിനകം ഗവൺമെന്റ് പറയുന്ന അനുവദനീയമായ 30 ദിവസത്തിനുള്ളിൽ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ആ കാര്യത്തിൽ മറുപടി കൊടുത്തിട്ടുണ്ട്, തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അങ്ങനെ 10 കടമ്പ കടന്നാണ് നമ്മളെ പരിശോധിക്കാൻ, ഈ 10 കടമ്പ കടക്കുന്ന, 10 മാർക്ക് നേടുന്ന, 10 ചോദ്യാവലി പൂർത്തിയാക്കുന്ന, അതിലെല്ലാം ഓക്കെ ആവുന്ന പഞ്ചായത്തുകളെയാണ് ഈ ടീം പരിശോധിക്കാൻ വരിക. ടീം പരിശോധിക്കാൻ വരുമ്പോൾ അവർ സംസ്ഥാന സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല പരിശോധിക്കുന്നത്, മറിച്ച് ജില്ലയിലെ ഫസ്റ്റും സെക്കൻഡും തീരുമാനിക്കാനാണ് അവർ വരുന്നത്. ഇപ്പോൾ ജില്ലയിലെ ഫസ്റ്റിന് 260 മാർക്ക്. ഓരോന്നിനും ഓരോ ചോദ്യം, ആ ചോദ്യത്തിന് ഉത്തരം, ആ ഉത്തരത്തിന് ഇത്ര മാർക്ക്. പരീക്ഷ എഴുതുന്ന പോലെ തന്നെയാണ്. ആ 260 ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഉത്തരം കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം കമ്പ്യൂട്ടറൈസ്ഡാണ്, കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്ലോഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളുമായി അവരോട് വരും ഉദ്യോഗസ്ഥർ. അവർ വന്ന് ഈ ഡേറ്റ നേരിട്ട് പരിശോധിക്കും. ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനം നേരിൽ പോയി കാണും, ഇതുണ്ടെന്ന് ഉറപ്പുവരുത്തും. അതാണ് ഇതിന്റെ പരിശോധന. പരിശോധനയിൽ ഉണ്ടെങ്കിൽ അവർ മാർക്കിടും. അങ്ങനെ മാർക്കിട്ട് നമ്മൾ സ്വാഭാവികമായി നല്ല മാർക്കുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തിലാണ്. യഥാർത്ഥത്തിൽ ഗുരുവായൂർക്ക് പോകാനൊക്കെ തീരുമാനിക്കാനൊക്കെ തീരുമാനിച്ച് ഗുരുവായൂർ പോയി സമ്മാനമൊക്കെ പോകാൻ തീരുമാനിച്ച് നിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ 17-ാം തീയതിയാണ് എല്ലാ വർഷവും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഒരു പത്രസമ്മേളനം വിളിച്ചാണ് അവാർഡുകൾ പ്രഖ്യാപിക്കുക. മന്ത്രി അവാർഡ് പ്രഖ്യാപിക്കുവാണ്. മന്ത്രി അവാർഡ് പ്രഖ്യാപിച്ചു.
അപ്പോൾ നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനം അല്ലെങ്കിൽ 2ാം സ്ഥാനം പ്രതീക്ഷിക്കുകയാണ്. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനം കിട്ടി, ഈ വർഷം 1 കിട്ടും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷെ എന്തോ അവാർഡ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ നമ്മുടെ പേരില്ല. സ്വാഭാവികമായിട്ട് ഞങ്ങളെല്ലാം ടെൻഷനിലായി, ബുദ്ധിമുട്ടിലായി. കിട്ടുമെന്ന് നമ്മൾ ഉറപ്പിച്ചു തന്ന ഒരു അവാർഡ് നമുക്കില്ല എന്നതാണ് അവസ്ഥ. ഓഫീസിലും എല്ലാവർക്കും വലിയ സങ്കടമായി. നമ്മുടെ ഓരോ നിർവഹണ ഉദ്യോഗസ്ഥരും ഓരോ സ്ഥാപനങ്ങളും ഏറ്റവും നല്ലതുപോലെ പണിയെടുത്തു. എന്നിട്ട് നമുക്ക് അവാർഡിനില്ല എന്നൊരു സാഹചര്യം വന്നപ്പോൾ യഥാർത്ഥം നമ്മളെ ബുദ്ധിമുട്ടിലായി. 1ാം സ്ഥാനം തിരുവാർപ്പിനാണ്, 2ാം സ്ഥാനം മറിയാട്ടുപള്ളിയാണ്. എല്ലാവരും വളരെ നിരാശയിലോട്ട് പോയി. പക്ഷെ അങ്ങനെ വരാനുണ്ടായ കാരണം സംസ്ഥാനത്ത് 1ാം സ്ഥാനം എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥമായ പ്രശ്നം. സംസ്ഥാനത്ത് 1ാം സ്ഥാനം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അത്രയും ഒരു മികവ് നമുക്ക് കിട്ടും. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് നമുക്കായിരിക്കും എന്ന് നമ്മൾ ഒരു ഘട്ടത്തിൽ മുൻനിർത്തിയില്ല. ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന 1, 2, 3 സംസ്ഥാനത്തെ 1, 2, 3 ഉള്ള പഞ്ചായത്തുകളെ സംസ്ഥാനത്തെ 1, 2, 3 പഞ്ചായത്തുകളായി പ്രഖ്യാപിച്ചിട്ട് പിന്നെ അവശേഷിക്കുന്ന പഞ്ചായത്തുകളെയാണ് ജില്ല 1, 2 എടുക്കുന്നത്. സംസ്ഥാനത്ത് 1ാം സ്ഥാനം എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്തതുകൊണ്ട് മന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണ്ടല്ലോ. സംസ്ഥാനത്ത് 1ാം സ്ഥാനം 2ാം സ്ഥാനമൊക്കെയാണ് പ്രഖ്യാപിക്കുന്നത്. അവിടെ നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല. നമ്മൾ നമ്മുടെ ജില്ലയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്ര കണ്ട് നമുക്ക് സന്തോഷമുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ 1,17,00,000 രൂപയാണ് നമ്മുടെ പഞ്ചായത്തിന് ആകെ ഒരു വർഷം ഗവൺമെന്റിൽ നിന്ന് ഗ്രാൻഡായി ലഭിക്കുക. അപ്പൊ 50 ലക്ഷം സമ്മാനം കിട്ടിയാലോ? 1,17,00,000 രൂപ ആ ഗ്രാൻഡ് കിട്ടുന്ന പഞ്ചായത്തിന് 50 ലക്ഷം സമ്മാനം കിട്ടുക എന്ന് പറയുന്നത് ചെറുതല്ല. ഈ 50 ലക്ഷം രൂപ അടുത്ത വർഷത്തെ വാർഷിക പദ്ധതികളുടെ ഭാഗമായാണ് നമ്മൾ വിനിയോഗിക്കാൻ പോകുന്നത്. ഗവൺമെന്റ് നൽകുന്ന പണം നമ്മുടെ കയ്യിലേക്ക് തരുമല്ല. പഞ്ചായത്തിന് ഇനി മുതൽ ഈ 1,15,17,00,000 കൂടെ ഒരു 50 ലക്ഷം രൂപ ഉണ്ടാവും. 1,67,00,000 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ അടുത്ത ഒരു വർഷം നമുക്ക് നടത്താം. സ്വരാജ് ട്രോഫിയുടെ മറ്റൊരു വലിയ പ്രത്യേകത ഒരിക്കൽ മാത്രമല്ല ഇതിന്റെ പുരസ്കാരം കിട്ടുന്നത് എന്നുള്ളതാണ്. ഈ പറഞ്ഞതുപോലെ 1,67,00,000 രൂപ അടുത്ത വർഷം നമുക്ക് കിട്ടും. 50 ലക്ഷം വർദ്ധിപ്പിച്ച് നമ്മുടെ നടത്തുന്ന വികസന പ്രവർത്തനത്തിൽ 50 ലക്ഷം കൂടി കൂടുതൽ ചെലവഴിക്കാം. നമ്മുടെ അക്കൗണ്ടിൽ 50 ലക്ഷം കൂടുതലുണ്ടാവും വികസന പദ്ധതിക്ക് ആവശ്യമായ പണത്തിനകത്ത്. പിന്നീട് തുടർന്ന് നമ്മൾ പെർഫോമൻസിൽ സംസ്ഥാനത്ത് 1ാമത് എത്തിയവരാണ്. പിന്നീട് വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഉള്ളിടത്തോളം കാലം 10 ലക്ഷം രൂപ എന്നും മുതൽ. അതാണ് ഈ അവാർഡിന് വ്യത്യസ്തമായത്. 10 ലക്ഷം രൂപ പെർഫോമൻസിൽ നമ്മൾ മുമ്പിൽ വന്നു. പെർഫോമൻസിൽ ഒരു കടമ്പ കടന്ന് സംസ്ഥാനത്ത് ഒരിക്കൽ മുമ്പിൽ വന്ന പഞ്ചായത്താണ്. ഇനി നമ്മൾ പിറകിൽ പോകുന്നത് എപ്പോഴാ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ സ്റ്റേറ്റ് ആവറേജിന്റെ താഴെ പോയാൽ ഈ 10 ലക്ഷം നമുക്ക് നഷ്ടപ്പെടുകയുള്ളൂ. ഇപ്പൊ സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തിനെയും 1 മുതൽ ഇങ്ങനെ മാർക്കിട്ട് 1ാമത്തെ പഞ്ചായത്ത് ഇതാണ്, 2ാമത്തെ പഞ്ചായത്ത് ഇതാണെന്ന് ഗവൺമെന്റ് ഇപ്പോൾ മാർക്ക് കിട്ടും. അപ്പൊ 50% താഴെ നമ്മൾ എന്തെങ്കിലും പോയാൽ ഈ 10 ലക്ഷം നമുക്ക് പിന്നീട് ഒരിക്കലും ഉണ്ടാവില്ല. അതിൽ താഴേക്ക് പോവാത്തടത്തോളം കാലം നമുക്കിനി എല്ലാ വർഷവും 10 ലക്ഷം വീതം കിട്ടും എന്നുള്ളതാണ് സ്വരാജ് ട്രോഫിയെ ഏറ്റവും മഹത്തരമാക്കുന്നത്. കാരണം എല്ലാ വർഷവും നമുക്ക് ഈ പണം കിട്ടുന്നതിനുള്ള സാധ്യതയുമാണ് തെളിഞ്ഞു വരുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ വലിയ വരുമാന സാധ്യത കുറവുള്ള ഒരു പഞ്ചായത്ത്. ആ പഞ്ചായത്ത് നമ്മൾ ഏറ്റെടുത്ത പരിപാടിയുടെ വ്യത്യസ്തതയാണ് നമ്മളെ ഈ മികവിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ റോഡ് കെട്ടുക, പാലം കെട്ടുക, അത് സാധാരണ ഇത് നടക്കുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല, അതിനേക്കാൾ കുറച്ചുകൂടി ആസൂത്രണ മികവോടെ. ഇപ്പോൾ നമ്മൾ വഴി നമ്മുടെ കുടുംബശ്രീ സംവിധാനത്തിൽ ഇപ്പോൾ പുഷ്പചേച്ചിയുടെ സംരംഭകയാണ്, നമുക്കറിയാം. പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടി സംരംഭം ആരംഭിച്ച ഒരാളാണ്. അങ്ങനെയുള്ള സംരംഭകരെ നമ്മൾ സൃഷ്ടിച്ചെടുത്തു. ഒരുമിച്ച് പുതുവേലിയിൽ വെച്ച്, പുതുവേലി പള്ളിയുടെ ഹാളിൽ വെച്ച് നമ്മൾ 9 സംരംഭങ്ങളാണ് തുടങ്ങിയത്. കുടുംബശ്രീ സംവിധാനം വഴി നമ്മുടെ പഞ്ചായത്തിന്റെ ഇടപെടലിലൂടെ സംരംഭകരായി മാറിയ ആളുകളുടെ എണ്ണം 246 നമ്മുടെ പഞ്ചായത്ത്. അത് നിലനിർത്തുകയാണ്. വെളിയന്നൂര് പാടം നമ്മൾ കൃഷിക്കിറങ്ങി, തരിശായി പോയായിരുന്നു. വെളിയന്നൂർ പഞ്ചായത്തിനകത്ത് നെൽകൃഷിയേ ഉണ്ടായിരുന്നില്ല, പൂർണ്ണമായി ഇല്ലാതായി പോയി. പക്ഷെ വെളിയന്നൂർ പാടം നമ്മൾ വീണ്ടെടുത്തു. കൃഷി ഇറക്കുന്നവർക്ക് സമ്മാനമില്ല. പക്ഷെ ഇറക്കി 5 വർഷം കഴിഞ്ഞ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമുക്കൊരു മാർഗമുണ്ട്. നമ്മളെ സംബന്ധിച്ച് എന്താ, ഇതിപ്പോൾ 8 വർഷമായി, 8 വർഷവും ചെയ്യുവാണ്, മുടങ്ങിയിട്ടില്ല, തുടർച്ചയായി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ പൊതുവേലി വലിയതോട് നമ്മൾ ആഴം കൂട്ടി അതിന്റെ സൈഡെല്ലാം വൃത്തിയാക്കി വെള്ളം ഒഴുക്കാൻ തയ്യാറാക്കി. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം, സാധാരണഗതി റോഡ് ചെയ്യാനാണ് എല്ലാവർക്കും താല്പര്യം. നമ്മളിതിന് തോടെടുത്തതിന്റെ കാരണം ഒന്നേ ഉള്ളൂ. തോട് നമ്മുടെ നാട്ടിൽ നമ്മളെല്ലാവരും കുടിക്കുന്ന വെള്ളത്തിന്റെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയുന്നത് വലിയ തോടാണ്. ആ വലിയ തോടിൽ വെള്ളമില്ലെങ്കിൽ നാളെ വെള്ളമില്ല. റോഡുണ്ട്, പക്ഷെ വെള്ളമില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്തെടുത്തു. നമ്മുടെ ബെഡ് സ്കൂള്, സംസ്ഥാനത്ത് അപൂർവം പഞ്ചായത്തുകൾക്ക് ബെഡ് സ്കൂളുള്ളൂ. നമുക്ക് ബെഡ് സ്കൂളുണ്ട്. 100% ഗവൺമെന്റ് അനുവദനീയമായ പണം ഭിന്നശേഷി കുട്ടികൾക്ക് സ്കോളർഷിപ്പായി കൊടുക്കുന്ന പഞ്ചായത്താണ് നമ്മൾ. ഈ ഭിന്നശേഷി കുട്ടികളുടെ പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഗവൺമെന്റ് നമ്മളെ പരിഗണിക്കുന്നതിന് മറ്റൊരു കാരണമുണ്ട്. ഏതെങ്കിലും ഒരു ഭിന്നശേഷി കുട്ടി അവർ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഇടയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരാരെങ്കിലും എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ഇന്നത് തന്നില്ല എന്ന് ഏതെങ്കിലും സമയത്ത് പരാതി പറയുന്നവരാണോ? ഒരിക്കലും പറയില്ല. നമ്മളൊക്കെ ഇരിക്കുന്നവർ ചിലപ്പം പറയും, എന്റെ റോഡ് നന്നാക്കിയില്ല, ഇല്ലെങ്കിൽ എനിക്ക് അത് കിട്ടിയില്ല. നമ്മളെല്ലാവരും പരാതി പറയുന്നവരാണ്. പരാതി പറയാൻ അവകാശവുമുണ്ട്. പക്ഷേ ഭിന്നശേഷി കുട്ടികൾ എന്ന് പറയുന്നവർ ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് എനിക്ക് ഇന്ന ഒരു കാര്യം കിട്ടിയില്ല എന്നത് സംബന്ധിച്ച് പരാതി പറയും? ഒരിക്കലും പറയില്ല. പക്ഷെ അവരെ പൂർണ്ണമായി നമ്മൾ പരിഗണനയ്ക്കെടുത്ത് നമ്മൾക്ക് സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ച ബെഡ് സ്കൂൾ നമ്മുടെ പഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കി. സംസ്ഥാനത്തെ ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നമുക്ക് പറയാം, നിങ്ങൾ വന്ന് കണ്ടോ, ഇതാണ് ഞങ്ങളുടേതാണ് മികച്ചത്. ഒപ്പം തന്നെ ഇപ്പൊ മലയാള മനോരമ
നാട്ടുസൂത്രം എന്നുള്ള പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകാപരമായ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി നടത്തിയ പരിപാടി. ഞാൻ വൈസ് പ്രസിഡന്റ് പോയി. അതും ഈ പറഞ്ഞതുപോലെ മുൻ ഗവൺമെന്റ് ചീഫ് സെക്രട്ടറി വേണു സാർ ഉൾപ്പെടെയുള്ള എഴുത്തുകാരി മീര, പിന്നെ സുരേഷ് കുറുപ്പ്, 3 പേരിടുന്ന 3 ജൂറിയാണ്. അവർ ചോദ്യം ചോദിക്കും, നമ്മൾ ഉത്തരം പറയും. നമ്മുടെ പദ്ധതികൾ വെച്ച് പരിശോധിച്ചാണ് ഏറ്റവും മികച്ചത് ആരാണെന്ന് മനോരമ കണ്ടെത്തിയത്. നാട്ടുസൂത്രത്തിൽ നമ്മൾ വന്നു, നമ്മുടെ ജില്ലയിൽ നമ്മൾ മാത്രം വന്നേ. അപ്പൊ അങ്ങനെ അവരന്ന് എടുത്തു പറഞ്ഞ ഏറ്റവും വലിയ പ്രത്യേകതയാർന്ന കാര്യം, നമ്മൾ ഈ ബഡ് സ്കൂളിനോട് ചേർന്ന് അവിടുത്തെ അമ്മമാർക്ക് വേണ്ടി തുടങ്ങിയ സംരംഭം. നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഒരു കൊച്ചിനെ കൊണ്ട് ബഡ് സ്കൂളിൽ വിട്ടു, ഒരമ്മയും വീട്ടിൽ പോകുന്നില്ല. കാരണം അമ്മയ്ക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? കൊച്ച് ഫിക്സ് ഉണ്ടാകുമോ, കൊച്ചിന് ഏതെങ്കിലും ബുദ്ധിമുട്ട് വരുമെന്ന് നോക്കി അമ്മമാര് മാറിയിരിക്കുകയാണ്. ഈ മാറിയിരിക്കുന്ന അമ്മമാരെ സംബന്ധിച്ച് നമ്മൾക്കാണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മുടെ ഏതെങ്കിലും ഒരു ബന്ധുമിത്രാദികളുടെ അടുത്ത ബന്ധുമിത്രാദികളുടെ മരണമോ വിവാഹമോ ഇവർക്ക് ഇവിടെ പോകാൻ കഴിയും. അങ്ങനെ ഒരു കുട്ടി ജനിച്ചു പോയാൽ ജീവിതം മുഴുവനും ഈ കൊച്ചിനെ നോക്കി ഒരു ചടങ്ങിനും പോകാൻ കഴിയാതെ നിന്നിരുന്ന അമ്മമാരെയാണ് നമ്മൾ ആ കുട്ടികളെ സ്കൂളിലാക്കി ആ അമ്മമാർക്ക് ജോലിക്ക് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത്. അത് മാത്രമല്ല, അതിനെല്ലാം അപ്പുറത്ത് അവർക്ക് വെറുതെ സ്കൂളിൽ വന്നിരിക്കുന്ന സമയത്ത് അവർക്കൊരു വരുമാനം കിട്ടുന്ന തരത്തിലൊരു പദ്ധതി നമ്മൾ ആസൂത്രണം ചെയ്തു. 18 വയസ്സ് കഴിഞ്ഞ് ഭിന്നശേഷിക്കാർക്ക് വേണ്ടി നമ്മളവിടെ സ്കൂളിനകത്ത് കണ്ടിട്ടില്ലാത്തവർ ഒരിക്കലെങ്കിലും നമ്മുടെ ബഡ് സ്കൂളൊന്ന് കാണണം, ഇല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾ സന്ദർശിക്കാൻ തയ്യാറാവണം. നമ്മുടെ പഞ്ചായത്തിലാണല്ലോ. അവിടെ നമ്മൾ തയ്യാറാക്കിയത് കുട്ടികൾക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കാൻ മിഷനറികൾ സ്ഥാപിച്ചു, പേന ഉണ്ടാക്കാൻ മിഷനറി സ്ഥാപിച്ചു. ഇന്ന് സംസ്ഥാനത്ത് കില പഞ്ചായത്തുകൾക്ക് പരിശീലനം നൽകുന്ന സ്ഥാപനമാണ്. അവർ കേരളത്തിൽ ആകെ കൊടുക്കുന്ന നോട്ട്ബുക്കും പേപ്പർ പേനായും നമ്മുടെ പഞ്ചായത്തിലെ ബഡ് സ്കൂളിൽ ഉണ്ടാക്കുന്നതാണ്, നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. ഞാൻ അഭിമാനത്തോടുകൂടി പറയുന്നു, ഒരു ബഡ് സ്കൂളിലെ ഒരു കുട്ടി ഒരിക്കൽ അറിയുന്നതാണ്, അരിക്കുന്ന നമ്മുടെ തയ്യക്കടന്ന ഒരു ആയനച്ചാനുണ്ട്, ചേട്ടൻ്റെ മോനെ സ്കൂളിൽ പഠിക്കുന്നതാണ്. അവനൊരു ദിവസം എന്നോട് പറഞ്ഞത്, അജേഷ് എന്നാണ് ആ കൊച്ചിന്റെ പേര്, അവനോട് പറഞ്ഞത് ശരിക്കും സംസാരിക്കാൻ അറിയത്തില്ല. ചേട്ടാ വീട്ടിൽ പറഞ്ഞു, അവരുടെ അച്ഛനോട് പറഞ്ഞു എനിക്കൊന്ന് കാണണം, നീ പ്രസിഡന്റിനെ കാണണം എന്ന് പറഞ്ഞു. അച്ഛൻ ഈ കുട്ടിയും കൂടി പഞ്ചായത്തിൽ വരും. പഞ്ചായത്ത് വന്നത് വെറുതെ അല്ല, 6660 രൂപയും കൈപ്പിടിച്ചുകൊണ്ടാണ്. അതായത് ആ കൊച്ചിന്റെ ജീവിതത്തിൽ ആദ്യമായി ഒരിക്കൽ പോലും ആ കൊച്ചിന് 1 രൂപ വരുമാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. ആ കൊച്ചിന് ബഡ് സ്കൂളിനകത്ത് നോട്ട്ബുക്ക് ഉണ്ടാക്കി ഒരു വരുമാനം ഉണ്ടാകുന്നു. ആ വരുമാനത്തിന്റെ ഭാഗമായി ബാങ്ക് അക്കൗണ്ടിൽ വന്ന 6660 രൂപ ആദ്യത്തെ ശമ്പളമായിട്ടാണ് പഞ്ചായത്തിൽ വന്നത്. ഇത് തരാൻ വന്നതാണെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് എത്ര അഭിമാനകരമായ കാര്യം. ഒരിക്കൽ പോലും പരാതി പറയാത്ത, ഒരിക്കൽ പോലും വരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാത്ത ഒരു കുട്ടിക്ക് ഒരു വരുമാനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന സന്തോഷം, ആ കുട്ടിക്കുണ്ടാകുന്ന സന്തോഷം, ആ കുട്ടിയുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ. അപ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാം, സംസ്ഥാനത്ത് ജില്ലയിൽ കഴിഞ്ഞ ബഡ് സ്കൂൾ കലാമേളയിൽ, കായികമേളയിലും കലാമേളയിലും 1ാം സ്ഥാനത്ത് വെളിയൂരിലെ ബഡ് സ്കൂളിലെ കുട്ടികളാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ സംസ്ഥാന സ്കൂൾ ബഡ് സ്കൂൾ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ 1ാം സ്ഥാനം കിട്ടിയത് നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ ബഡ് സ്കൂളിലെ കുട്ടിക്കാണ് എന്ന് നമ്മൾ ഓർത്തു നോക്കുക. അപ്പോൾ അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്ത് വെച്ച് സംസ്ഥാന ഭിന്നശേഷി കലോത്സവം നടന്നു, കായികമേള. ആ കായികമേളയിൽ 2 സ്ഥാനങ്ങൾ, ഒന്ന് നമ്മുടെ പുതിയുള്ള കുട്ടിയാണ്. അപ്പോൾ 2 സ്ഥാനങ്ങൾ, 2 കാര്യങ്ങളിൽ 1ാം സ്ഥാനം ലഭിച്ചത് നമ്മുടെ സ്കൂളിലെ കുട്ടികളാണ്. അപ്പോൾ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത നിലയിലേക്ക് ഇവരെല്ലാം ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു. പക്ഷെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പദ്ധതി ഒന്നും ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മികവായി ഞങ്ങൾ കാണുന്നില്ല. ഈ അഭിപ്രായം എല്ലാം വന്നത് നമ്മുടെ ഗ്രാമസഭകളിലൂടെയാണ്. ഞാൻ മുമ്പും പറയാറുണ്ട്, നമ്മുടെ ഇപ്പോൾ പുതുവേലിയിൽ നമ്മൾ ഓപ്പൺ ജിം സ്ഥാപിക്കുക ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ആശയമൊന്നുമല്ല. 1ാം വാർഡിലെ ഗ്രാമസഭയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമസഭയിൽ ഒരാൾ ചോദിക്കുന്നത്, പുതുവേലിയിൽ എല്ലാവർക്കും നമുക്കറിയാം പുതിയ കാലമാണ്, പുതിയ കാലത്ത് മരുന്ന് മാത്രം കഴിച്ചാൽ മതിയോ? പോരാ. ഇപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം, പാലിയേറ്റീവ് 3 വർഷം മുമ്പ് പാലിയേറ്റീവിന് 5 ലക്ഷം രൂപ വെച്ചാൽ 10,000 രൂപ മിച്ചം വരുമെന്ന് പഞ്ചായത്ത്. 5 ലക്ഷം രൂപ വെച്ചാൽ 10,000 രൂപ മിച്ചം വരും. 5 ലക്ഷത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം അത് 7 ലക്ഷമായി. ഈ വർഷം ഡിസംബർ ആയപ്പോൾ 7 ലക്ഷം രൂപ തീർന്നു. ഈ വർഷം അവസാനിക്കുമ്പോൾ പാലിയേറ്റീവിന് ഒരു 9 ലക്ഷം രൂപ വേണ്ടിവരും എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്ന കണക്ക്. കുറച്ച് ദിവസം കൂടെ ഉണ്ട്. അടുത്ത വർഷം അത് 10 ലക്ഷം വേണ്ടിവരും. 3 വർഷത്തിനിടയിൽ പാലിയേറ്റീവ് രംഗത്ത് നമ്മൾ മുടക്കിയിരുന്ന പണം 5 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷമായി വർദ്ധിച്ചു. പാലിയേറ്റീവ് രോഗികളുടെ എണ്ണം അത്ര കണ്ട് ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വർദ്ധിക്കും. പക്ഷേ ഈ രോഗം വരാത്ത അവസ്ഥയിലേക്ക് നമുക്ക് പോകാൻ കഴിയണ്ടേ? ആ രോഗം വരാത്ത അവസ്ഥയിലേക്ക് പോകണമെങ്കിൽ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ആ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഈ പുതുവേലിയിലെ 1ാം വാർഡിലെ ഗ്രാമസഭയിൽ ഒരാൾ ചോദിച്ചത്. ഞങ്ങൾക്കെല്ലാം ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ട്, പക്ഷേ കൂത്താറോട് പോകാൻ കഴിയില്ല. നമ്മുടെ നാട്ടിൽ പുതുവേലി ആരെങ്കിലും കാശ് മുടക്കി തുടങ്ങുമോ? ലാഭം കിട്ടുന്ന പരിപാടിയെല്ലാം നമുക്ക് തുടങ്ങാൻ പറ്റും. അപ്പോൾ പഞ്ചായത്ത് ആലോചിച്ചുകൂടെ? നല്ല ചോദ്യം. ആ ചോദ്യം ഞങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി ആലോചിച്ചാണ് ഇത് തുടങ്ങാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രാമസഭകളിൽ, ഞാൻ ഓരോന്നായി പറയുന്നില്ല, എല്ലാവരും സംസാരിക്കാനുള്ളവരോട് നിർമ്മിപ്പിക്കുന്ന ദീർഘമായി പോകുന്നില്ല. അങ്ങനെ നമ്മുടെ ഗ്രാമസഭകളിൽ പങ്കെടുത്ത, ഇല്ലെങ്കിൽ വർക്കിംഗ് ഗ്രൂപ്പിൽ പങ്കെടുത്ത ഓരോരുത്തരും പറഞ്ഞ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ, ആ ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ പദ്ധതിയാക്കി മാറ്റി
അതിന് സ്വാഭാവികമായി അവർ ഒരു അഭിപ്രായം മാത്രമായി പറയുക. ആ അഭിപ്രായം പദ്ധതിയാവണമെങ്കിൽ അതിന് പിന്നിൽ കുറെ വർക്കുകൾ നടക്കണം. ആ വർക്കുകളെല്ലാം പൂർത്തിയാക്കിയാണ് നമ്മൾ ഈ മികവാർന്ന ഒരു നേട്ടത്തിലേക്ക് നമുക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെ അഭിമാനത്തോടുകൂടി ഞാൻ പറയുന്നു, നമ്മുടെ ഈ പുരസ്കാരം വ്യക്തിപരമായി ഞങ്ങൾക്കാർക്കും ലഭിച്ച പുരസ്കാരമല്ല, പഞ്ചായത്തിന് ലഭിച്ച പുരസ്കാരമല്ല. പഞ്ചായത്തിലെ ജീവനക്കാരും പഞ്ചായത്തിലെ ജനപ്രതിനിധികളും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബശ്രീ സംവിധാനം, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മറ്റ് വിവിധ വകുപ്പുകൾ, ഒപ്പം നമ്മുടെ നാട്ടിലെ ഓരോരുത്തരും പഞ്ചായത്തിനോട് കാണിച്ച സ്നേഹവും കരുതലും, കൂടെ നിൽക്കാൻ കാണിച്ച മനസ്സും, ഒരുമിച്ച് നിൽക്കണം, നമുക്ക് നല്ലതുപോലെ പോകണം എന്ന ഒരു നല്ല ആത്മകഥ മനസ്സിലുണ്ടായ ഓരോരുത്തരുടെയും പ്രവർത്തനവും പിന്തുണയുമാണ് ഈ നേട്ടത്തിലേക്ക് നമുക്ക് എത്തിച്ചത്. അങ്ങനെ ഒരു നേട്ടത്തിലേക്ക് എത്തിക്കുന്നതിന് ഇടയാക്കിയ നിങ്ങളോട് ഓരോരുത്തരോടും ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ഈ ഘട്ടത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒപ്പം തന്നെ നിങ്ങൾ ഈ സദസ്സിലേക്ക് ഞങ്ങളെ ഒന്ന് വിളിച്ചു വരുത്തി ആദരിക്കാൻ, തുടർന്ന് നമുക്കറിയാം വരാൻ പോകുന്ന കാലയളവിൽ പുതിയ ആളുകൾ വരും. ആ പുതിയ ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തുടരാൻ, മുമ്പോട്ട് കൊണ്ടുപോകാൻ ഇത് പ്രേരണയാവും, കരുത്താവും നിങ്ങൾ നൽകുന്ന പിന്തുണ. നാട്ടുകാർ കൂടെയുണ്ട്, ജനങ്ങൾ നമുക്കൊപ്പമുണ്ട് എന്നുള്ളതാണല്ലോ നമുക്കൊരു കാര്യം ചെയ്യാൻ കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും ധൈര്യം തരുന്നതും ചെയ്യണമെന്ന ആഗ്രഹത്തെ ജനിപ്പിക്കുന്നതും. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹത്തെ ജനിപ്പിക്കാൻ നിങ്ങൾ നടത്തിയ ചെറുതെങ്കിലും ഈ വലിയ ഇടപെടൽ തുടർന്ന് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആശംസനായിട്ട് ബഹുമാന്യ യോഗത്തിൽ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സതീഷ് ശശി, വൈസ് പ്രസിഡന്റ് ജിനി, ഈ വാർഡിലെ മെമ്പർ മണി ശശി, ADSന്റെയും CDSന്റെയും ഒക്കെ അംഗങ്ങളെയും പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടുത്തെ 13-ാം വാർഡിലെ ADSും CDSും ചേർന്ന് ഇന്ന് ഇവിടെ വെളിയന്നൂർ ഗ്രാമപഞ്ചായത്തിന് സ്വരാജ്യ ട്രോഫി കിട്ടിയതിൻ്റെ വെളിച്ചത്തിൽ അവരെ ആദരിക്കുവാനായി ഈ യോഗം ഇവിടെ വിളിച്ചു ചേർത്തിരിക്കുകയാണ്. നിങ്ങളേവരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നമുക്കറിയാം, ഇത് വെളിയന്നൂർ പഞ്ചായത്ത് ഉണ്ടായിട്ട് 50-ാമത്തെ വർഷം കഴിഞ്ഞ് 50-ാമത്തെ വർഷം ആദരിച്ചത് 2023-24 വർഷത്തെ പ്രവർത്തനത്തിൻ്റെ മികവിലാണ് ഈ കേരളത്തിലെ 1ാമത്തെ പഞ്ചായത്തായി സ്വരാജ്യ ട്രോഫി വാങ്ങാനായിട്ട് കരസ്ഥമാക്കാനായിട്ട് വെളിയന്നൂർ പഞ്ചായത്തിന് കഴിഞ്ഞത്. നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് അതിൻ്റെ സാമ്പത്തിക മേഖലകളൊക്കെ പുറകിൽ നിർത്തുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിലൊരു മാർക്കറ്റോ മറ്റ് അങ്ങനെയുള്ള വരുമാനങ്ങൾ, തിയേറ്ററോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വീടുകളുടെ കെട്ടിട നികുതി മാത്രമായിട്ടാണ്, അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലുള്ള നികുതി മാത്രമാണ് നമ്മുടെ പഞ്ചായത്തിനുള്ള വരുമാന മാർഗങ്ങൾ. നമുക്കറിയാം, ജനകീയ ആസൂത്രണ പദ്ധതി 1995 കാലഘട്ടത്തിലാണ് തുടങ്ങിയത്. അന്ന് പഞ്ചായത്തിൽ ഞാനായിരിക്കുമ്പോഴൊക്കെ അന്നത്തെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ സർക്കാരിൽ നിന്നും MP ഫണ്ടിൽ നിന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉപയോഗിച്ചാണ് അന്ന് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ജനകീയ ആസൂത്രണ പദ്ധതി വന്നപ്പോൾ തൊട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ പഞ്ചായത്തുകൾക്കുള്ള ലഭിക്കുന്ന തുകകൾ, അങ്ങനെ ആ തുകകൾ പഞ്ചായത്തിന് ലഭിക്കുകയും ഗ്രാമസഭകൾ കൂടി വികസന സെമിനാറുകൾ കൂടി പദ്ധതികൾ രൂപപ്പെടുത്തി മുന്നോട്ട് പോയി. അങ്ങനെ ഇപ്പോൾ സജീഷ് ഇവിടെ സൂചിപ്പിച്ച പോലെ കേരളത്തിലെ 1ാമത്തെ പഞ്ചായത്താകുവാനായിട്ട് അതിൻ്റെ എല്ലാവരുടെയും സഹകരണത്തിൽ, പഞ്ചായത്തിൽ ഒരു കുടിശ്ശികയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, അതുകൊണ്ട് നമുക്കറിയാം ഒരാൾ നിരോധിച്ചാൽ കുടിശ്ശിക വരുത്താനായിട്ട് സാധിക്കും. അതില്ലാതെ എല്ലാവരും സഹകരിച്ച് ഈ പഞ്ചായത്തിനെ 1ാം സ്ഥാനത്ത് എത്തിക്കുവാൻ, കേരളത്തിലെ 991 പഞ്ചായത്തുകൾ 1ാം സ്ഥാനത്ത് എത്തിക്കുവാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനിക്കാം. അതിന് നേതൃത്വം കൊടുത്ത ഇതിൻ്റെ ഭരണസമിതിയുടെ ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട സജേഷിനെയും ജിനിയെയും മറ്റെല്ലാ മെമ്പർമാരെയും ഞാൻ അനുമോദിക്കുക, ആശംസിക്കുകയും ചെയ്യുകയാണ്. അവരുടെ പ്രവർത്തനത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി, ഈ അംഗൻവാടിയിൽ വിളിച്ചു വരുത്തി ഇവരെ ആദരിക്കുവാൻ തയ്യാറായ ഇവിടുത്തെ ഈ 13-ാം വാർഡിലെ തൊഴിലുറപ്പ് പദ്ധതിക്കാരെയും ADSകാരെയും CDSകാരെയും എല്ലാവരെയും പ്രത്യേകം അതിൻ്റെ സംഘാടക സമിതിയെ പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, വിജയങ്ങൾ പഞ്ചായത്തിനും അതിൻ്റെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും, തൊഴിലുറപ്പ് മേഖലയിലും അംഗൻവാടി മേഖലയിലുള്ള എല്ലാ പ്രവർത്തകർക്കും
ഇതിലൂടെ പ്രവർത്തിച്ചാണ് പൊതുമേഖലകളിലേക്ക് തൊഴിലുറപ്പിലും അംഗൻവാടികളിലും ഒക്കെ പ്രവർത്തിച്ചാണ് പുതിയ നേതൃത്വപരമായിട്ടുള്ള ആളുകൾക്ക് കടന്നു വരുവാനായിട്ട് കഴിയുന്നത്. ആ രീതിയിൽ നിങ്ങളുടെ സംഘാടകനെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പഞ്ചായത്ത് ഭരണസമിതിക്ക് ഞാൻ നേരുന്നു. ഇനി വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമുക്കറിയാം, പുതിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർക്ക് ഇതിൻ്റെ പ്രയോജനം ഇപ്പോൾ 50 ലക്ഷം രൂപ ഈ പദ്ധതിയുടെ ഇത് വരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അവർക്ക് അതിൻ്റെ പ്രവർത്തനത്തിൽ വിനിയോഗിക്കാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങളെ അവർ പുതിയ നേതൃത്വത്തിലേക്ക് പുതിയ ഭരണസമിതി അംഗങ്ങളായി കടന്നു വരുവാൻ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ ADS-ലൂടെയും CDS-ലൂടെയും അംഗൻവാടിയിലെയും പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സംഘടിപ്പിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഇവരെ ട്രോഫി ഏറ്റുവാങ്ങാൻ ഇവർക്ക് ലഭിച്ച പ്രവർത്തന വിജയമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവിധ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ആശംസ പറയാനായിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ, ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, അംഗങ്ങളെ ആശംസ നൽകാൻ വിളിച്ചിരിക്കുന്ന മറ്റംഗങ്ങളെ, നമ്മുടെ 13-ാം വാർഡിൻ്റെ കുടുംബാംഗങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പഞ്ചായത്തിനെ പറ്റി ഔദ്യോഗികമായി വളരെയേറെ വലിയ കാര്യങ്ങളെല്ലാം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ അവതരിപ്പിക്കുകയും മനോഹരമായി അത് എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തുടർന്ന് ജോലിച്ചേട്ടനും കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും ഏതാനും ചെറിയ വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പഞ്ചായത്ത് വളരെയേറെ കാലമായി വളരെയേറെ സൃഷ്ടിച്ചതുണ്ടായ പഞ്ചായത്തായിരുന്നെന്ന് പ്രസിഡന്റ് ആദ്യം തന്നെ സൂചിപ്പിച്ചു. എങ്കിലും അത് നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതുമാണ്. നമ്മുടെ പഞ്ചായത്തിൽ വരുമാനങ്ങളില്ല, വളരെയേറെ കഷ്ടപ്പെട്ടാണ് അന്നത്തെ ഭരണസാരഥികൾ നമ്മുടെ പഞ്ചായത്തിനെ നയിച്ചുകൊണ്ടിരുന്നത്. എങ്കിലും അവരാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും നമ്മുടെ ഇവിടെ നിന്ന് പഞ്ചായത്തിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. അതേ തുടർന്ന് വന്ന ഭരണസാരഥികളായ നമ്മുടെ ഇപ്പോഴത്തെ ഭരണസാരഥികൾ ഒരു 8-10 വർഷങ്ങളായിട്ട് വളരെയേറെ നേട്ടങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. അത് നമ്മൾ ഒന്നിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിൽ തന്നെ 1-2 ചെറിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസനം എന്ന വണ്ണം നമ്മുടെ പഞ്ചായത്തിൽ പലവിധ പ്രോത്സാഹനപരമായ പലവിധ കാര്യങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടത് ആരോഗ്യ മേഖലയാണ്. ആരോഗ്യ മേഖലയിൽ അവർക്ക് ചെയ്യാവുന്നതായ ഏറ്റവും വലിയ ഒരു കാര്യം ഒരു ആശുപത്രി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. ആ ആശുപത്രി നമുക്ക് സാക്ഷാത്കരിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് തന്നെ ഗവൺമെൻറ്റിൻ്റെ ആശുപത്രിയെ തുടർന്ന് ആയുർവേദ ആശുപത്രി ഡിസ്പെൻസറി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. അതേ തുടർന്ന് ഇപ്പോൾ സാർ പറഞ്ഞ പോലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസപരമായ പഠന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് കൃഷി ആവശ്യങ്ങൾക്കുള്ള വികസന പദ്ധതികൾ ഒരുപാട് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. അതേ തുടർന്ന് റോഡ് പണി എല്ലാ വീടുകളിലേക്കുമുള്ള റോഡുകൾ പോലും വളരെ മനോഹരമായി തീർത്തിട്ടുണ്ട്. അതേ തുടർന്ന് കൃഷി മേഖലകൾ വർദ്ധിപ്പിക്കാനായിട്ട് റോഡ് സൈഡ് കെട്ടിയിട്ടുണ്ടെന്ന് സാറ് തന്നെ പറഞ്ഞു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഭവന നിർമ്മാണ രംഗത്ത് അവരെ കൊണ്ട് ചെയ്യാവുന്നത്ര രീതിയിലുള്ള ഒരുപാട് ഭവന നിർമ്മാണങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ വളരെയേറെ കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പല പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട്. തൊഴിൽ മേഖലകൾ, അതുപോലെ ഇപ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി, അംഗൻവാടി പ്രവർത്തനങ്ങൾ, അങ്ങനെ വിവിധതരം മേഖലകളിൽ, അതായത് ചെറുതും വലുതുമായ എല്ലാ മേഖലകളും അവരൊന്നുപോലും ഇടാതെ ഏറ്റവും ചെറിയ മേഖലകൾ പോലും തിരഞ്ഞെടുത്തായി ചെയ്യാവുന്ന വികസന പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഏറെ അഭിമാനിക്കാനുള്ള കാര്യം. പിന്നെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനെ തുടർന്ന് വലിയ വലിയ കോംപ്ലക്സുകൾ പണിതിട്ടുണ്ട്. സ്കൂൾ കെട്ടിടത്തിൽ സ്കൂൾ പഠന സൗകര്യങ്ങൾക്ക് വേണ്ട സ്കൂളിലെ എല്ലാ സൗകര്യങ്ങളും വികസിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഈ SC ST വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള
സഹായ സഹകരണങ്ങൾ ഒരുപാട് എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് ചെയ്യാവുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോഴത്തെ ഭരണസമിതികൾ, കഴിഞ്ഞ കാലഘട്ടത്തിലെ ഭരണസമിതികൾ എല്ലാവരും ചേർന്ന് വളരെയേറെ പ്രശംസ അർഹിക്കത്തക്ക രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള പുരസ്കാരം ലഭിച്ചു എന്നുള്ളതിൻ്റെ പിന്നിൽ അവരുടെ വളരെയേറെ കഷ്ടപ്പാടുകളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഒന്നാമത്തെ കാര്യം തന്നെ ശുചീകരണ മേഖല. നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ പല വാർഡുകളിൽ 7 പേര് നടന്ന വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് ശേഖരണം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതികൾ, ഇങ്ങനെയുള്ള വിവിധ മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ സാധിക്കില്ല. ഒരു മനുഷ്യർക്ക് പോലും അവരെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഗവൺമെൻറ് തിരഞ്ഞെടുത്തതിൽ നമ്മുടെ പഞ്ചായത്തിന് ഈ 1ാം അവാർഡ് കിട്ടിയെന്നുള്ളതിൽ നമ്മൾ ഏറെ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. ഏതാണ്ട് കേരളത്തിൽ ആകപ്പാട് നോക്കുമ്പോഴായിട്ട് 144 പഞ്ചായത്ത് അത്രയും പഞ്ചായത്തുള്ളതാണ്. അതിലാണ് നമ്മുടെ ഈ പഞ്ചായത്ത് 1ാം സമ്മാനം നേടിയെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയമാണ്. അപ്പോൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ഈ പഞ്ചായത്ത് ഭരണ സമിതി അംഗങ്ങളെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വളരെയേറെ നേട്ടങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും വരും കാലങ്ങളിലേക്കും നമ്മുടെ പഞ്ചായത്ത് ഈ 1ാം സമ്മാനം നിലനിർത്തിയതിൻ്റെ അഭിമാനത്തോടു കൂടി വരും സാധ്യതകളെല്ലാം ഇനി മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ നയിച്ചുകൊണ്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ നമുക്കിവിടെ പഞ്ചായത്തിൽ കിട്ടിയ ഈ അഭിനന്ദനത്തിന്, ഈ അംഗീകാരത്തിന് നമ്മളെല്ലാവരും ചേർന്ന് ഈ 13ാം വാർഡിൻ്റെ എൻ്റെ വ്യക്തിപരമായി ഉള്ള അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ വരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷ ചേച്ചി, ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷ വൈസ് പ്രസിഡന്റ്, മറ്റ് എല്ലാ വിശിഷ്ടരെ നമസ്കാരം. എന്തായാലും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാതൃകാപരമായ 903 പഞ്ചായത്ത് രൂപയിൽ ഏറ്റവും 1ാമത് ആയ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രാമപഞ്ചായത്ത്. നമ്മളെ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ഓരോ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. അപ്പോൾ അത് അത്രയും അഭിമാനകരമായ നേട്ടങ്ങളിലേക്ക് അത് വെച്ച് ഒരുപാട് പ്രവർത്തനങ്ങൾ, ഒരുപാട് പിന്നണിയിൽ ഒത്തിരി പ്രവർത്തനങ്ങളിലൂടെയാണ്. നമുക്ക് പോകാൻ വന്ന കാര്യമല്ല. അപ്പോൾ അത് ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ഒരുപാട് പ്രവർത്തനങ്ങളുടെയും മാത്രമാണ് ഈ ഒരു നിലവാരത്തിലേക്ക് നമ്മുടെ പഞ്ചായത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നേതൃത്വം വഹിക്കുന്ന ശ്രീ സജീഷനും എൻ്റെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ വ്യക്തിപരമായ പേരിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കാനായിട്ട് ഞാൻ അവസരം ഉപയോഗിക്കുകയാണ്. ഇനിയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ഇത് ഒരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട്, ഇനിയിപ്പോൾ അടുത്ത ഏത് ഭരണസമിതി വന്നാലും ഇതൊരു മാതൃകയായിട്ട് എടുത്തുകൊണ്ട് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ കൊണ്ടുവരാനും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാനും അവർക്കെല്ലാം സാധിക്കട്ടെ എന്ന് ഈശ്വര പ്രാർത്ഥന നടത്തുന്നു. ആശംസിക്കാനായിട്ട് നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിനുവിനെ ക്ഷണിച്ചു. സ്നേഹമുള്ളവരെ, എനിക്ക് മുന്നേ സംസാരിച്ചവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എങ്കിലും ഒത്തിരി സന്തോഷം. 13ാം വാർഡിലെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സ്നേഹ ആശംസയ്ക്കും സ്നേഹ ആദരവിനൊക്കെ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പ്രസിഡന്റ് പറഞ്ഞത് തന്നെ നമ്മുടെ വിളയിൽ പഞ്ചായത്തിലെ എല്ലാവരുടെയും കൂട്ടായ പങ്കാളിത്തം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങനെയൊരു അവാർഡിൽ എത്തിച്ചേരാൻ സാധിച്ചത്. അപ്പോൾ ഇതിലെല്ലാവർക്കും ഈ അവാർഡിൽ സന്തോഷിക്കേണ്ടതാണ് എല്ലാവരും, അല്ലേ? അപ്പോൾ നിങ്ങളെന്തായാലും ഇങ്ങനെയൊരു കൂട്ടായി തീരുമാനിച്ച് ഇങ്ങനെയൊരു തീരുമാനം എടുത്ത് ഇങ്ങനെ ഞങ്ങളെ കുറച്ചുപേരെ വിളിച്ചു. അപ്പോൾ അത് വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമുക്കൊരു ആദരവ് കിട്ടുക എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിനുള്ള നന്ദി ആദ്യം അറിയിക്കുന്നു. പിന്നെ പ്രസിഡന്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞെങ്കിൽ പോലും കഴിഞ്ഞ വർഷം ഞങ്ങൾ കോട്ടയത്തിൽ ഇങ്ങനെ അവാർഡ് മേടിച്ച് 2ാം സ്ഥാനം മേടിച്ച് ഇങ്ങനെ വരുമ്പോൾ അന്നേരം പ്രസിഡന്റ് തീരുമാനിച്ചു, വരുന്നവയ്ക്ക് ചോദിച്ചു, ഇത് എന്തുകൊണ്ടാണ് നമുക്ക് 2ാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു, കോട്ടയം ജില്ലയിൽ 1ാമതെത്താൻ എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോളെ ചോദിച്ച് അതെന്താ അതിന് കുറവ് പറ്റിയെന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചാണോ പോകുന്നത്. കോട്ടയം ജില്ലയിൽ 1ാം സ്ഥാനം വാങ്ങിക്കാൻ വേണ്ടി അതൊക്കെ പ്രസിഡന്റ് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ വളരെ നേതൃത്വപാഠമുള്ള പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഒരു നല്ല വിജയം നേടാൻ സാധിച്ചത്. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
CDS അംഗങ്ങളെ കുടുംബശ്രീ അംഗങ്ങൾ അവാർഡിനെ കുറിച്ച് എല്ലാവരും പ്രത്യേകിച്ച് പ്രസിഡന്റ് വളരെ വിശദമായ രീതിയിൽ ഇവിടെ സംസാരിച്ചു. നമ്മളെ കുടുംബശ്രീ അംഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഭരണസമിതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വലിയൊരു സംഘടന പ്രവർത്തിക്കുന്നവരാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയായ കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളാണ് നമ്മൾ. അപ്പോൾ ഈ അവാർഡിന് നമ്മളും ഒരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ കുടുംബശ്രീയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ഇപ്പം പ്രസിഡന്റോടെ എൻ്റെ സംരംഭത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരുപാട് സംരംഭങ്ങൾ നമ്മുടെ ഈ പുലിയന്നൂർ ഗ്രാമപഞ്ചായത്തിൽ തുടങ്ങി. എല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രസിഡന്റിൻ്റെയും ഈ ഭരണസമിതിയുടെയും നല്ല മോട്ടിവേഷനും അതിൻ്റെ നോട്ടവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നുകൊണ്ട് തന്നെയാണ്. അത് ശോഭ ചേച്ചിക്ക് ഈ വാർഡിൻ്റെ CDS മെമ്പർ ശോഭ ചേച്ചിക്കും അറിയാം. നമ്മുടെ ജനകീയ കോട്ടയിൽ വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അതുപോലെ തുടങ്ങിയ ഓരോ സംരംഭങ്ങളും വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ വന്നിരുന്നപ്പോൾ തന്നെ ചേച്ചി എന്നോട് പറഞ്ഞു, കുടുംബശ്രീയിൽ നമ്മൾ ചേർന്നത് കൊണ്ടാണല്ലോ നമുക്ക് ഈ പൈസയൊക്കെ ആണെങ്കിലും ലോണൊക്കെ എടുക്കാനും നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഇതിനകത്ത് പങ്കെടുക്കാത്തവർ 7 കുടുംബശ്രീ ഉണ്ട്. ഇതിനകത്ത് കുറ്റം പറയല്ല, 7 കുടുംബശ്രീ എല്ലാ അംഗങ്ങളും ഇതിനകത്ത് വന്നാൽ ചിലർക്കൊക്കെ വരാൻ പറ്റിയല്ലായിരിക്കാം എന്തെങ്കിലും സാഹചര്യം കൊണ്ട്. എന്നാലും ഒരു പരമാവധി ആൾക്കാരെ വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഇത്രയും പേരല്ല ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ 50 ലക്ഷം രൂപയുടെ കാര്യം നമുക്ക് കുറച്ച് പേർക്ക് തെറ്റിദ്ധാരണയുണ്ട്. നമ്മളോട് ഒരുപാട് പേരോട് കുടുംബശ്രീ അംഗങ്ങളോട് ഓരോരുത്തർ ചോദിച്ചാൽ നിങ്ങൾക്ക് 50 ലക്ഷം രൂപ കിട്ടിയത് ഇനി അടിച്ചു പൊളിക്കുവാണോ, ഇങ്ങനെ നമ്മൾ ഓരോ വാർഡിലും നമ്മൾ വീതം വെച്ചെടുക്കുവാണോ, അല്ലെങ്കിൽ നമ്മൾ ഈ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത് നമ്മുടെ സ്നേഹം കൊണ്ട് സന്തോഷം കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചെറിയ രീതിയിൽ നമ്മൾ അംഗങ്ങളോട് പിരിച്ചെടുക്കുന്ന പൈസ നമ്മുടെ മാസവരിയൊക്കെ ആയിട്ട് നമ്മുടെ കയ്യിലുള്ള ചെറിയ ഫണ്ട് കൊണ്ട് നമ്മുടെ സന്തോഷം അവരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അല്ലാണ്ട് ഈ 50 ലക്ഷം രൂപയെ വീതിച്ച് നമുക്ക് 1 രൂപ പോലും അവർക്കും എടുക്കാൻ പറ്റത്തില്ല, നമുക്കും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ അങ്ങനെ വീതിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയല്ലെന്ന് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർക്ക് ഈ 50 ലക്ഷം എന്താ ചെയ്യുന്നതെന്നുള്ള കാര്യം വളരെ വിശദമായിട്ട് നമ്മുടെ പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞിരുന്നു. ഇത് നമുക്ക് ഓരോരുത്തർക്കും വരാത്ത ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലോ വന്നതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള തെറ്റിദ്ധാരണകളും കാര്യങ്ങളൊക്കെ നീക്കാനും ഈ ഒരു ഇതുപോലെയുള്ള യോഗങ്ങൾ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഓരോരുത്തരും നിലനിൽക്കുന്നത് നമ്മൾ നേരത്തെ നമ്മുടെ ഈ ഇതുപോലെയുള്ള ഭരണ സംവിധാനങ്ങൾ നേരത്തെ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. കുടുംബശ്രീ കൂടുക, ലോൺ എടുക്കുക, നമ്മൾ കുറച്ച് കഴിഞ്ഞ് തിരിച്ചടയ്ക്കുക, വീണ്ടും ലോൺ എടുക്കുക, ഇതല്ലാതെ 1 രൂപയുടെ മാർഗം നമുക്കില്ലായിരുന്നു. അപ്പം നമുക്കൊരു സ്ഥിര വരുമാനം ഉണ്ടാക്കി തരാനും ഈ ഭരണസമിതി നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അങ്ങനെയാണ് ശോഭ ചേച്ചി ഞാനൊക്കെ ഉൾപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി തരാനും ഈ ഭരണസമിതിയിലിരിക്കുന്ന പ്രസിഡന്റ് എല്ലാവരും ഭരണസമിതി അംഗങ്ങളെല്ലാവരും നമ്മളെ സഹായിച്ചു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഒരു ആദരവ് ഇവർക്ക് കൊടുക്കണമെന്ന് തോന്നിയ നല്ല മനസ്സിനെ ഞാൻ ആദ്യം സന്തോഷപൂർവ്വം സ്മരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോ വാർഡുകളിലും ഇതുപോലെ സംഘടിപ്പിച്ച് ഒന്നും കൊടുത്തില്ലെങ്കിലും 2 ഇതുപോലെയുള്ള സാധനങ്ങളൊന്നും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും സന്തോഷം നമുക്കുണ്ടായ സന്തോഷം നമ്മൾ പങ്കുവെച്ചാൽ ഇവർക്ക് ഉണ്ടായ അനുഭവങ്ങളും അതുപോലെ ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളോടും പറഞ്ഞു തരുമ്പോൾ നമുക്കും അത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ചെയ്ത ഈ ആദരവിന് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ തോന്നിയ നല്ല മനസ്സിന് ADS CDS കുടുംബശ്രീ ഭാരവാഹികളെയും മറ്റുള്ള എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെയുള്ള ഒരു അഭിമാന നിമിഷം നേടിത്തന്ന പഞ്ചായത്ത് പ്രസിഡന്റിനെയും അതുപോലെ പ്രസിഡന്റ് നയിക്കുന്ന ഭരണസമിതിയെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായ പ്രിയങ്കരയായ തങ്കമണി ശശിയെ യോഗത്തിലേക്ക് സംസാരത്തിനായിട്ട് ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള പ്രസിഡന്റ്, നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള വൈസ് പ്രസിഡന്റ്, മറ്റ് നമ്മുടെ വിശിഷ്ടാതിഥികളായിട്ട് തിരിക്കുന്ന ജോയിച്ചേട്ടന്, അതുപോലെ തന്നെ ജോയിയെ, പ്രൊഫസർ, മറ്റേ ജോസഫിൻ്റെ സജിയെ, നമ്മുടെ ADSൻ്റെ CDSൻ്റെ ഭാരവാഹികളെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന സഹോദരികൾ. നമ്മൾ ഇപ്പോൾ പുഷ്പ ഒരു ചെറിയ രീതിയിലൊന്ന് സൂചിപ്പിച്ചു. നമ്മൾ സ്വയം വിമർശനപരമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളിവിടെ ഇത്രയും പേര് വന്നെത്തിയാൽ മതിയോ? ഇവിടെ ഇത്രയും പേര് നമ്മൾ വന്നെത്തിയാൽ മതിയോ? അത് 7 കുടുംബശ്രീകളുള്ളതാണ്.
അപ്പം നമ്മൾ ചില ആൾക്കാർക്ക് ചില കാര്യങ്ങൾ ബാധകമല്ല. 5 കുടുംബശ്രീ ചില ആൾക്കാർക്ക് നമ്മൾ CDSന്റെ മെമ്പർ ഏറ്റവും പുറകിലെ പോയിരിക്കുന്നത്. അവര് നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് 2 മണിയാകുമ്പോഴത്തേന് വെക്കണം. അവർക്ക് അവിടെ ജനകീയ ഹോട്ടൽ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ 2 മണിയാകുമ്പോഴത്തേന് അവർക്കും കൂടി സമയം ഒക്കും. പക്ഷേ അതിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കാണ് CDSന്റെ മെമ്പർ കൂടി വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് എന്താണെങ്കിലും അത് നമ്മൾ ഈ 5 വർഷക്കാലം കൊണ്ട് നമ്മുടെ വാർഡിൽ നിന്ന് ഓരോ ആനുകൂല്യം മേടിച്ച്, പഞ്ചായത്തിൻ്റെ ആനുകൂല്യം മേടിച്ച ആൾക്കാർ, അതുപോലെ തന്നെ പഞ്ചായത്തുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന ആൾക്കാർ ഒക്കെ ഇത് പഞ്ചായത്തിൽ നമുക്ക് കിട്ടിയതാണ്. നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, നമ്മുടെ കോട്ടയം ജില്ലയിലല്ല, സംസ്ഥാനത്തെ 1ാമത്തെ അവാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാണ്, അതെങ്ങനെ കിട്ടാനുണ്ടായ ആ ഒരു കാരണം ഒരു സുപ്രഭാതത്തിലല്ല. ഇന്നിപ്പം ഇവിടെ ആരോ ചോദിച്ചായിരുന്നു, നമ്മളിത് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? ഞാൻ പറയട്ടെ, SLC പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയോട്, 1ാം റാങ്ക് കിട്ടിയ ഒരു കുട്ടിയോട് നിങ്ങൾക്കിത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന് നമ്മൾ ചോദിക്കുന്നതിൽ അർത്ഥമില്ല. അവനതുപോലെ പഠിച്ചിട്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 സ്ഥാനം പ്രതീക്ഷിക്കും അല്ലേ? അപ്പം അതുപോലെ തന്നെയാണ് വെളിയന്നൂർ പഞ്ചായത്ത്. നമ്മളിത് ഈ 10 വർഷക്കാലത്തെ നമ്മളെ കഠിന പരിശ്രമമാണ്. ഈ 10 വർഷക്കാലം നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് വന്നതിന് ശേഷമാണ് നമുക്കൊരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മളല്ലാതെ നമ്മൾ ഈ 5 വർഷക്കാലം ഒരു കസേര കയറിയിരുന്നതിന് ശേഷം പ്രസിഡന്റായിട്ട്, വൈസ് പ്രസിഡന്റായിട്ട്, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒക്കെ ആയിട്ട് 5 വർഷക്കാലം നമ്മൾ ആ ഒരു കസേര മെനക്കെടുത്തുകയാണ് ചെയ്യുന്നത്. ആ കസേര മെനക്കെടുത്തി കഴിഞ്ഞിട്ട് എന്താ നമ്മൾ ചെയ്യുന്നത്? സർക്കാരിൽ നിന്ന് കിട്ടുന്ന ഈ ഫണ്ടുകൾ മാത്രം വിനിയോഗിച്ചുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. ചില റോഡ്, പാലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യും. പക്ഷേ നമുക്ക് അടിസ്ഥാന വർഗത്തിന്റെ വികസനവും അതുപോലെ തന്നെ സർക്കാർ കാണുന്ന ആ ഒരു കാഴ്ചപ്പാടിന്റെ വിഭാവനം ചെയ്തുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മുടെ ഏറ്റവും ചെറിയ പഞ്ചായത്തായിട്ടുള്ള വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഈ നിറവിൽ നമുക്ക് തിളങ്ങി നിൽക്കാനായിട്ട് സാധിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ ആശുപത്രി, നമുക്കറിയാം, നമ്മുടെ ആ സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ നമുക്കൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്ന് തൂക്കണമെങ്കിൽ നമ്മൾ പഞ്ഞി നമ്മൾ കൊണ്ടുവരുന്ന എല്ലാ ഒരവസ്ഥയിലിരുന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളുകൾ കുട്ടികളില്ലാതെ നമ്മൾ ആ സർക്കാർ സ്കൂളുകൾ നിർത്തിപ്പോകുന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ കയറിയതിന് ശേഷം നമുക്കിന്ന് സർക്കാർ സ്കൂളുകളെ മുഴുവൻ നമ്മൾ അവിടെ പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് അവിടെ കെട്ടിടങ്ങൾ നന്നാക്കി, അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും നല്ല സ്കൂളുകളാക്കി നമ്മളവിടെ സ്ഥാപിച്ച കുട്ടികളെ നമ്മളിപ്പോൾ എണ്ണം നമ്മൾ 13 കുട്ടികൾ 9 കുട്ടികളൊക്കെ ഇരുന്ന സ്ഥാനത്താണ് 150 കുട്ടികൾ 126 കുട്ടികൾ ഒക്കെയായിട്ട് നമ്മൾ സർക്കാർ സ്കൂളുകളെ നമ്മൾ ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് പോയത്. അതുപോലെ തന്നെ മാലിന്യ സംസ്കരണം നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഓരോ ഈ 5 വർഷക്കാലം കൊണ്ട് നിരന്തരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഹരിതകർമ്മസേനകൾ വീടുകളിൽ വന്നെത്തിച്ചേരുമ്പോഴെങ്കിലും നമുക്കത് അവിടെ നിന്ന് നമുക്ക് ആ പ്ലാസ്റ്റിക്കിന്റെ ശേഖരണം ഒന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ അംഗൻവാടികൾ, ആശാവർക്കർമാർ, നമ്മുടെ സമസ്ത മേഖലയിൽ നമ്മൾ പഞ്ചായത്തിന്റെ കയ്യൊപ്പ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പക്ഷേ നമ്മൾ ചിന്തിക്കും വ്യക്തിപരമായിട്ട് നമുക്ക് എന്ത് കിട്ടിയെന്നുള്ളതല്ല. വ്യക്തിപരമായിട്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ആൾക്കാരെ നമുക്ക് സാമ്പത്തികമായിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് സഹായിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ പഞ്ചായത്തിന് നമ്മൾ ആ ഫണ്ടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് നമ്മൾ ഗുണഭോക്തൃ ലിസ്റ്റ് നമ്മളെടുത്തു. അവർക്കെല്ലാം അത് വീട് വേണ്ട ആൾക്കാർക്ക്, അതുപോലെ തന്നെ കക്കൂസ് വേണ്ട ആൾക്കാർക്ക്, നമ്മുടെ വാർഡിലെ സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ഫണ്ട് ചെലവഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമുക്കൊരു കളിസ്ഥലം, അതിപ്പോഴത്തെ ഈ ലഹരിക്ക് മുഴുവൻ അടിമപ്പെടുന്ന ആ ഒരു കുട്ടികളുടെ ഒക്കെ കൂടി വിലയിരുത്തിക്കൊണ്ടാണ് അവരെ മുഴുവൻ നമ്മൾ കളി എന്ന ലഹരിയിലേക്ക് നമുക്ക് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നമുക്ക് 13ാം വാർഡിൽ നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഓപ്പൺ സ്റ്റേഡിയം നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് നമുക്ക് അത് നമ്മൾ കഴിഞ്ഞ ആ ഒരു മാസത്തിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നത്. അപ്പം നമ്മളെ എവിടെ നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു കയ്യൊപ്പ് പതിയാത്ത നമ്മുടെ 13 വാർഡിലില്ല. നമുക്ക് ഏറ്റവും അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങളെല്ലാവരും ഈ വേദികളിൽ ഇരിക്കുന്നത്. കാരണം അവനവൻ്റെ ഓരോ വാർഡിലും അതെ നമുക്കൊരു പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ഒരു പ്രവർത്തനങ്ങളുമില്ല. അതുപോലെ നമുക്ക് ചില നമുക്ക് ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പം അത് പുഷ്പയിലും ഒരു വിശദീകരണവും കൊടുത്തു. പല ആൾക്കാരും ചോദിച്ച് ഞാനും കേട്ടിട്ടുണ്ട്, ഇത് 13 മെമ്പർമാർക്കും വീതം വെച്ചെടുക്കാനുള്ളതല്ലേ? ഒരു കാരണവശാലുമല്ല. നമുക്കിത് അടുത്ത പ്രാവശ്യത്തെ നമുക്ക് ഏറ്റവും നല്ലൊരു മനോഹരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ജനങ്ങളുടെ അഭിപ്രായത്തോടു കൂടി എന്താണ് നമുക്കിവിടെ വേണ്ടത്, ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്ന ഫണ്ടിൻ്റെ കൂടുതലേക്ക് വെച്ച് അടുത്ത വർഷത്തെ, അതിപ്പോൾ അടുത്ത വർഷം ആരാണോ ഭരിക്കുന്നത് നമുക്കറിയാൻ പാടില്ല, എങ്കിൽ പോലും അത് നമുക്ക് കിട്ടിയ ഫണ്ട് നമ്മൾ അങ്ങനെ ആ രീതിയിലേക്ക് നമ്മൾ പഞ്ചായത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. അപ്പം നമ്മുടെ കുടുംബശ്രീ അംഗങ്ങളും അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ അംഗങ്ങളും എല്ലാവരും നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട്
തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ ആശാവർക്കന്മാരെ ആണെങ്കിലും അതെ, അംഗൻവാടിക്കാരെ ആണെങ്കിലും അതെ, അംഗൻവാടി ഏറ്റവും നല്ല, നമ്മൾ ഏറ്റവും ആദ്യം പഠനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പം ഏറ്റവും നല്ല അംഗൻവാടികൾക്കുള്ള പഞ്ചായത്തിൻ്റെ അവാർഡ് നമ്മളാണ് മേടിച്ചത് ഏറ്റവും ആദ്യമേ. അതുപോലെ ഇതുപോലെയുള്ള അംഗൻവാടികൾ നമുക്ക് വേറെ എന്നുമില്ല. നമ്മുടെ ഏറ്റവും അടിസ്ഥാന കുഞ്ഞുങ്ങളെ നമ്മൾ ഇവരുടെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് ആ കുഞ്ഞുങ്ങളെ നമ്മൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നമുക്ക് 12 അംഗൻവാടി ഉണ്ട്. ആ അംഗൻവാടി മുഴുവനും അത് ഇവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പദ്ധതിയാക്കിക്കൊണ്ട് ഇവർക്ക് സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഓരോ മേഖല, സമസ്ത മേഖല എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് നമുക്കൊരു നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തുടർന്നും നമ്മൾ ഈ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇനി വരുന്ന ആര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാവുന്ന ഭാഗത്തിലേക്ക് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പ്രോജക്റ്റും പദ്ധതികളും ഒക്കെ നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് തന്ന ഈ ഒരു സ്നേഹ സമ്മാനത്തിന് നമുക്ക് ഇങ്ങനെയൊരു എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇവിടുത്തെ ADS CDS അതിന് എനിക്ക് സിസ്ലിയുടെ ഒരു പ്രധാന പങ്ക് എനിക്ക് എടുത്തു പറയേണ്ടതാണ്. കാരണം നമ്മൾ ആദ്യം ഒന്ന് ആലോചിച്ച്, ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നു, ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് 13 മെമ്പർമാർ സെക്രട്ടറിയും കൂടി നമുക്ക് വിളിക്കാം. അങ്ങനെ നമുക്ക് മൊമെൻറ്റോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എല്ലാവരെയും കൂടി ഒന്ന് വിളിച്ച് നമുക്കൊന്ന് സ്വീകരിക്കണം. പക്ഷേ ഇവർക്കൊരാഗ്രഹം നമുക്ക് ഫോട്ടോ വെച്ചൊരു മൊമെൻറ്റോ അടിക്കണം. അപ്പോൾ ആ സാമ്പത്തികത്തിന് അകത്ത് ഒതുങ്ങാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വാർഡ് മെമ്പറേയും പ്രസിഡന്റ്, സെക്രട്ടറി, വൈസ് പ്രസിഡന്റിനെ കൂടി വിളിക്കാം. പക്ഷേ എങ്കിലും അതെ, നമ്മുടെ കുടുംബശ്രീയുടെ അംഗങ്ങൾക്ക് അവരുടെ സാമ്പത്തികം അതിന് ഉതകുന്ന രീതിയിലല്ല എന്ന് കണ്ടുകൊണ്ടാണ് സിസ്ലിയുടെ നേതൃത്വത്തിലേക്ക് വേറെ നമുക്ക് കുറേ നമ്മുടെ നാട്ടിലെ ജനങ്ങളോടൊക്കെ സാമ്പത്തികമൊക്കെ പിരിച്ചാണ് നമ്മൾ ഇന്നത്തെ ഇത്രയും മനോഹരമായ രീതിയിലേക്ക് നമുക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. അതിന് നിങ്ങളോട് ADSനോട് CDSനോടും അതുപോലെ തന്നെ കുടുംബശ്രീയോടും ഒക്കെയുള്ള നന്ദി, വാർഡ് മെമ്പർ എന്നുള്ള ആ ഒരു നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ കൃതജ്ഞത വേണ്ടിയിട്ട് അംഗൻവാടി ടീച്ചറായ മഞ്ജു ക്ഷണിച്ചു കൊടുക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായ ചേച്ചി, സിസിലി ചേച്ചി, നമ്മുടെ ആദരണീയായ നമ്മുടെ പ്രസിഡന്റ് ശശി അവർ, പിന്നെ വൈസ് പ്രസിഡന്റ് ജിനി, നമ്മുടെ വാർഡിൻ്റെ മെമ്പർ, യോഗത്തിൽ വന്നിരിക്കുന്ന ബാക്കി വിശിഷ്ട വ്യക്തികളെ, കുടുംബശ്രീ അംഗങ്ങളെ, ഞാനിന്ന് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം കുടുംബശ്രീയുടെ പരിപാടിയാണെങ്കിലും അംഗൻവാടിയിലെ ഈ വാർഡിലെ ടീച്ചർ എന്ന നിലയിൽ എന്നെ ഇതിൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ സഹകരിപ്പിച്ചതിൽ ആദ്യമായിട്ട് ഞാൻ എല്ലാ കാര്യത്തിലും നിങ്ങളൊപ്പം ഞാൻ കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു പരിപാടിയിൽ എല്ലാവരും എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിൽ ഞാൻ ആദ്യമേ തന്നെ നിങ്ങൾക്ക് എൻ്റെയും എൻ്റെ സഹപ്രവർത്തകരുടെയും നന്ദി അറിയിക്കുന്നു. പുള്ളിക്കാരി ഇന്ന് ലീവാണ്. പുള്ളിക്കാരുടെ ഹസ്ബൻഡിന് പെട്ടെന്ന് ടാപ്പിങ്ങിന് പോയപ്പം കത്തി കൊണ്ട് കാലിൽ വീണതുകൊണ്ടാണ് ഇന്നിപ്പോൾ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റാതിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് വരാതിരുന്നത്. അപ്പോൾ പുള്ളിക്കാരിയുടെ ഒരു വേണ്ടതാണ്. അതുകൊണ്ട് അതൊരു കുറവായിട്ട് നിങ്ങളാരും കണക്കാക്കരുത്. കാരണം എല്ലാ കാര്യങ്ങളും ഇന്നലെ എൻ്റെ കൂടെ നിന്ന് ചെയ്തിട്ടാണ് പുള്ളിക്കാരി പോയത്. അതുപോലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പഞ്ചായത്തിൽ 12 അംഗൻവാടികളാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതെ ഇരുന്ന അംഗൻവാടികൾക്ക് സ്വന്തമായിട്ട് എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്കിപ്പോൾ ഉണ്ട്. അംഗൻവാടികളിൽ കുടിവെള്ളമുണ്ട്. അതുപോലെ തന്നെ ഒരു ഹരിത മിഷൻ്റെ ആദ്യമായിട്ട് നമുക്ക് അംഗൻവാടികളിലേക്ക് ജീവന് സ്ഥാപിക്കുന്നത് നമ്മുടെ പഞ്ചായത്താണ്. ആദ്യമായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ആദ്യം തന്നെ ജീവന് സ്ഥാപിച്ചു തന്നത് നമ്മുടെ പഞ്ചായത്താണ്. പിന്നെ അതുപോലെ എല്ലാ അംഗൻവാടികളും നമുക്കിപ്പോൾ അംഗൻവാടികൾക്ക് അവാർഡ് കിട്ടിയ അംഗൻവാടികളുണ്ട്. അതുപോലെ ഇപ്പം സ്മാർട്ട് അംഗൻവാടിയായിട്ട് ഒരു അംഗൻവാടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ TV 2 അംഗൻവാടികൾക്ക് ഇപ്പോൾ TV ഒക്കെ തന്നിട്ടുണ്ട്. അതുപോലെ എല്ലാ സൗകര്യങ്ങളും എല്ലാ അംഗൻവാടിക്കും നമുക്ക് പഞ്ചായത്തുമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും സഹകരിച്ച് നിൽക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് പറയുന്ന എല്ലാ കാര്യങ്ങളും 100% നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ എല്ലാവരും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ 13-ലെ അംഗൻവാടിക്ക് മാത്രമേ ഉള്ളൂ, നമ്മുടെ ഈ വാർഡിൽ മാത്രമേ ഉള്ളൂ സ്വന്തമായിട്ട് ഇതുവരെ കെട്ടിടം ആകാത്തത്. പലരോടും സ്ഥലം ചോദിച്ചതാണ്, ഇതുവരെ എന്തോ നമുക്കത് കിട്ടിയില്ല. എന്നാലും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇത്രയും വലിയൊരു കെട്ടിടം ബ്ലോക്ക് നമുക്ക് സ്വന്തമായിട്ട് വിട്ടു തന്നു. ഇപ്പം നല്ലൊരു പഴയതിനെക്കാട്ടി മെച്ചപ്പെട്ട് നല്ല രീതിയിൽ നമുക്കിത് പഞ്ചായത്തിൻ്റെ വലിയൊരു പ്രവർത്തനം കൊണ്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ തുടർന്നും ഇതുപോലെയുള്ള അവാർഡുകൾ നമ്മുടെ പഞ്ചായത്ത് നേടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം കൊണ്ടാണെന്നും പിന്നെ അതുപോലെ പ്രസിഡന്റിനെ എടുത്ത് ഞാൻ പറയുകയാണ്. പ്രസിഡന്റിൻ്റെ ഒരാളുടെ മുൻകാലങ്ങളിലെ പ്രവർത്തനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പോരായ്മകൾ എന്താണെന്ന് വെച്ചാൽ അത് കണ്ടുപിടിച്ച് മുൻപോട്ട് പോയതിൻ്റെ ഒരൊറ്റ ഇതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാവശ്യം 1ാം സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഏറ്റവും ആദരവോട് കൂടി പ്രസിഡന്റിനെ
ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് തരുന്ന എല്ലാ ഫണ്ടുകളും നമ്മൾ സൂപ്പർവൈസറാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം സൂപ്പർവൈസറെ ഞാൻ വിളിച്ചിരുന്നതാണ്, സാറിന് വരാൻ ബുദ്ധിമുട്ടായിട്ട് സാർ വന്നില്ല. അപ്പം നമ്മുടെ വാർഡിലും മൊത്തത്തിലുള്ള എല്ലാ വാർഡിലും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഫണ്ടും നമ്മൾ 100% കൃത്യസമയത്ത് അവർക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പുകളും എല്ലാം കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പം അത് പിന്നെ ബഡ് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ അത് നമുക്ക് പഞ്ചായത്തിൻ്റെ ഒരു വലിയൊരു നേട്ടമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ ഒത്തിരിയൊന്നും ഞാൻ പറയുന്നില്ല, ഈ പരിപാടിയിൽ കടന്നു വന്ന എല്ലാവർക്കും സ്വാഗതം അത്രയ്ക്കെന്ന് പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. ആദ്യമായിട്ട് നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കാനായിട്ട് എല്ലാ കാര്യത്തിലും നേതൃത്വം നൽകിയ നമ്മളുടെ ADS-ൻ്റെ മെമ്പർ സിസിലി ചേച്ചിയെ ഞാൻ ഈ യോഗത്തിൻ്റെ പേരിൽ കൃതജ്ഞത അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ചെറിയ പരിപാടിയാണെങ്കിലും ഇതിൽ കടന്നു വന്ന് ഇതിൽ പങ്കെടുത്ത നമ്മുടെ പ്രസിഡന്റ് സജേഷ് ശശി അവർക്ക് നമ്മുടെ എല്ലാവരുടെയും ആദരവ് ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ വൈസ് പ്രസിഡന്റ് ജിനിയെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ ഈ വാർഡിൽ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ തങ്കമണി ശശിക്ക് ഈ യോഗത്തിൽ ഞാൻ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. പിന്നെ നമ്മുടെ 2ാം വാർഡിലെ ADS-ൻ്റെ മെമ്പർ പുഷ്പ ചേച്ചിക്കും ഞാൻ ഈ യോഗത്തിലേക്ക് നന്ദി പറഞ്ഞുകൊള്ളുന്നു. പിന്നെ അതുപോലെ തന്നെ കടന്നു വന്ന നമ്മുടെ ഈ വാർഡിലെ മറ്റ് പ്രതിനിധികളെല്ലാവരെയും നന്ദി പറയുന്നു. അതുപോലെ കുടുംബശ്രീയുടെ അംഗങ്ങൾ എല്ലാ അംഗങ്ങൾക്കും ഒറ്റ പറയുന്നു. ഒരു കാര്യം പറയാൻ പറ്റുപോയി, നമ്മുടെ ഇത്രയും നേരം നമുക്കിവിടെ വന്ന് നമ്മുടെ ചാനല് നമ്മുടെ സംസ്ഥാനം അതുപോലെ തന്നെ അങ്ങനെ നമ്മളോട് സഹകരിച്ച നമ്മുടെ ചാനലിന് പ്രത്യേകമായിട്ടുള്ള പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്തര ബംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ തവ ശുഭ നാമേ ജായേ തവ ശുഭയാശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥാ जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. യോഗം അവസാനിച്ചു.